السلام عليكم ورحمة الله. غافل الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. لولا شيوخ لله ركعوا أو صبية من اليتامى رضعوا أو مهملات في الفلاة رتعوا صب عليكم العذاب الأوجع. പ്രിയം നിറഞ്ഞ ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, തോന്നിവാസങ്ങൾക്കെതിരെ ഇസ്ലാം എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുക. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും തോന്നിവാസങ്ങളോടാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെയാണെന്നാണ് ഖുർആൻ മനസ്സിലാക്കി തരുന്നത്. ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസൂ. തീർച്ചയായും മനുഷ്യൻ്റെ മനസ്സ് തെമ്മാടിത്തങ്ങൾക്ക് വേണ്ടി ഒരുപാട് അമ്മാറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ ഒരുപാട് കൽപ്പിച്ചുകൊണ്ടിരിക്കും, പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യൻ്റെ മനസ്സ് തെമ്മാടിത്തം ചെയ്യാൻ. അത് മനുഷ്യൻ്റെ ഒരു മോഹം. തെമ്മാടിത്തങ്ങൾക്ക് പല ഭാഗങ്ങളുണ്ട്. അതിലെ വളരെ സുപ്രധാനമായ മനുഷ്യ ശരീരത്തിലെ 2 അവയവങ്ങൾ വെച്ചുകൊണ്ടുള്ള തോന്നിവാസങ്ങൾ വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. യാതൊരുവിധ ധാർമ്മിക ബോധവുമില്ലാത്ത, ഒരു നന്മയുമില്ലാത്ത, മാതാവിൻ്റെ പിതാക്കളുടെ കണ്ണീരിന് യാതൊരു വിലയുമില്ലാത്ത നിരവധി തെമ്മാടിത്തങ്ങളുടെ കൂത്തരങ്ങ് നമ്മുടെ യുവതീ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറും ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലുമായി തെമ്മാടിത്തങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൽ നമുക്ക് കുട്ടികളെന്നോ യുവാക്കളെന്നോ വൃദ്ധരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഗ്രഹിക്കുന്നു തെമ്മാടിത്തം ചെയ്യാൻ. അതൊരു വസ്തുതയാണ്. എല്ലാവരുടെ ഉള്ളിലും ഒരു മൃഗമുണ്ട്. ആ മൃഗം പലപ്പോഴും മനുഷ്യനോട് പ്രേരിപ്പിക്കുന്നത് തെമ്മാടിത്തങ്ങൾ ചെയ്യാൻ തന്നെയാണ്. അതിലൊരു തെമ്മാടിത്തം, അതാണ് വ്യഭിചാരം. തബൂക്ക് യുദ്ധം വേള, അതായത് ഹിജറ 9-ാം വർഷം സൂറത്തുൻ നൂറിൻ്റെ അവതരണം ഉണ്ടാവുകയാണ്. അതാണ് ഇസ്ലാം ആദ്യമായിട്ട് വ്യഭിചാരം പ്രചാരമായ അറബ് രാജ്യത്ത് ഇസ്ലാം ഇടപെടുന്ന ആദ്യത്തെ ഇടപെടൽ അതായിരുന്നു. ഹിജറ 9-ാം വർഷം സൂറത്തുൻ നൂർ അവതരിക്കുകയാണ്. അതിൽ ആയത്ത് നമുക്കിങ്ങനെ വായിച്ചു പോകാം. അസാനിയത്തു വ്യഭിചാരിണി വസാനി വ്യഭിചാരി ഫജിലിദു കുല്ല വാഹിദി മിൻഹുമ. അവർ 2 പേരെയും നിങ്ങൾ അടിക്കണം. 100 ജൽദ, 100 അടി വീതം. ഇതാണ് ആദ്യത്തെ ഇടപെടൽ. വ്യഭിചാരത്തിന് നേരെ ഇസ്ലാം നടത്തിയ 1ാമത്തെ ഇടപെടലാണ്. അവരെ വ്യഭിചാരിയാണ് വ്യഭിചാരിണിയാണ് എന്ന്
ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഈ ശിക്ഷ നടപ്പിൽ വരുത്താൻ പാടില്ല. വ്യഭിചരിക്കുന്നത് കണ്ട 4 ഈമാനുള്ള മുസ്ലിമായ മുഅ്മിനായ ആളുകളുടെ ദൃക്സാക്ഷി കാണുക എന്ന, വ്യഭിചാരം നടത്തുന്നത് കാണുക എന്ന അവസ്ഥയുണ്ടാകുമ്പോൾ അവരെ നിങ്ങൾ 100 അടി വീതം അടിക്കണം. ഫജ്ലിദു കുല്ല വാഹിദി മിൻഹും അമയത്ത ജൽദ. അടിക്കേണ്ട അർഹതപ്പെട്ട അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഭരണാധികാരികൾ, ഇമാമുകൾ, ഖലീഫമാർ ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ നടപ്പിൽ വരുത്തുമ്പോൾ വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ, ഒരു ദയയും അവരോട് കാണിക്കാൻ പാടില്ല. ഫീ ദീനില്ലാഹ്, അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു നിലക്കുമുള്ള കൃപയും ഈ കുറ്റകൃത്യം ചെയ്ത ആളുകളുടെ നേരെ ഉണ്ടാവാൻ പാടില്ല. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, കുറ്റകൃത്യത്തിന് നേതൃത്വം, ആ കുറ്റകൃത്യം നടത്തിയ ആളുകളെ ശിക്ഷ നടപ്പിൽ വരുത്തുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അടിമുടി തീർക്കുകയാണ്. അത്തരമൊരു ശിക്ഷാ സമ്പ്രദായമാണ് തോന്നിവാസത്തിൻ്റെ നേരെ ഇസ്ലാം എടുക്കുന്ന സമീപനം. എന്നിട്ട് പറയുന്നു വൽ യഷ്ഹദ് അദാബഹുമ, ഇവർ രണ്ടുപേരെയും ശിക്ഷിക്കുന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസികളിൽപ്പെട്ട വൽ യഷ്ഹദ് അദാബഹുമ തായിഫത്തു മിനൽ മുഅ്മിനീൻ, ഒരു കൂട്ടം, ഒരു സംഘം മുഅ്മിനുകൾ ഇവരെ ശിക്ഷിക്കുന്ന, അവരടിക്കുന്ന എണ്ണം കൃത്യമായി എണ്ണി നോക്കാൻ സാക്ഷികളായി ഉണ്ടാവുകയാണ്. എന്ന് മാത്രമല്ല, ഈ അടി കിട്ടിയിട്ട് രക്തം അങ്ങനെ പാറും, ആ നിലക്കുള്ള അടിയാണ്, അത് കാണണം. ആ ഇസ്ലാമിൻ്റെ ഒരു ശിക്ഷ, ഒരു തോന്നിവാസത്തിനെതിരിൽ ഇസ്ലാം നടത്തിയൊരു ശിക്ഷ. അപ്പോൾ ഇവിടെ ഒരാൾ വ്യഭിചരിച്ചാൽ, ആണോ പെണ്ണോ വ്യഭിചരിച്ചാൽ, ഖുർആൻ്റെ നിർദ്ദേശം വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ പറഞ്ഞോൻക്ക് കിട്ടുവണ്ടി. കാരണം ഇത് തോന്നിവാസം അങ്ങനെ പറയുന്നത് ആളുകൾക്ക് വലിയ സന്തോഷം. അപ്പം എല്ലാ ആളുകളും നന്നാവലങ്ങനെ, പുരയുള്ള എല്ലാവരും ഓനൊക്കെ മോശ, മറ്റോ മോശ, പുരയുള്ള മറ്റോ മോശ, ഇവൻ മോശ, ഇത് പറയണോനോ ഓനുണ്ടൊരു ശിക്ഷ ഇസ്ലാമിൽ. ഖുർആൻ പറഞ്ഞു കേട്ടോ, വല്ലദീന യർമൂനൽ മുഹ്സനാത്തി സുമ്മലം യഅ്തൂ ബിഅർബഅത്തി ശുഹദാ, 4 കണ്ട സാക്ഷികളില്ലാതെ ഒരു മുഹ്സനത്തായ, ഒരു പതിവ്രതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് നിങ്ങൾ വ്യഭിചാരാരോപണം നടത്തി 4 സാക്ഷികളില്ലാതെ നടത്തിയാൽ ഫജ്ലിദൂഹും സമാനീന ജൽദ, 80 അടി അടിക്കണം. ഇങ്ങനെയാണെങ്കിൽ വല്ലാണ്ട് ഭർത്താനം ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇപ്പം ഇവിടുന്ന് ഇപ്പം നമ്മളിങ്ങനെ ഒരുപാട് പറഞ്ഞ് കൂട്ടിയില്ലേ, ആരെ കിട്ടിയാലും ഈ അരാക്കിപ്പെട്ടുള്ള വർത്താനം പറഞ്ഞ് ആരെയും വഷളാക്കും അല്ലേ? അങ്ങനെ വഷളാക്കുന്നതിൽ പങ്കെടുക്കുകയോ കേൾക്കുകയോ ചെയ്താൽ പോലും കുറ്റകരമാണ്. ഉദാഹരണം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ആരോപണമുണ്ടായപ്പോൾ അവിടെ കലാമു തസ്ദീഖ് ഉണ്ടായി. ആർക്ക്? ചില സഹാബികൾക്ക് അല്ലേ? ഒന്ന് ഹസ്സാൻ ബിൻ സാബിത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിയായിരുന്ന ഹസ്സാൻ ബിൻ സാബിത്തിന് ആ സംസാരം ഉണ്ടായപ്പോൾ ആ സംസാരം ശരിയല്ലേ എന്ന് വെറുതെ പറഞ്ഞു. വേറൊന്നും ആരോട് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഹസ്സാൻ ബിൻ സാബിത്ത്, അതുപോലെ തന്നെ മിസ്തഹ്, അതുപോലെ തന്നെ ഹംന ബിൻത് ജഹ്ഷ്, പെണ്ണുങ്ങളുടെ കൂടെ, ഇവരെ 80 അടി അടിച്ചു. ആദ്യത്തെ ശിക്ഷ. ഇവർ സഹാബികളാട്ടോ. ഓല എന്താ ചെയ്തത്? ആ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ടോ എന്ന് സംശയിച്ചു. ഓല് വേറെ ആരോടും പറഞ്ഞില്ല. ഇത് പറഞ്ഞാൽ 80 അടി അടിക്കണം. അത് അങ്ങനെ ഉണ്ടെന്ന് ചിന്തിച്ചാൽ, അങ്ങനെ ഒരു കാര്യം സംസാരിച്ചാൽ 80 അടി കിട്ടും. അതുണ്ടാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ പേരുണ്ടാക്കിയത് അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല. കാരണം അയാൾക്ക് ദുനിയാവിലുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? എൻ്റെ ഉമ്മത്തി ഹും ഉമ്മത്തുൻ മർഹൂം, എൻ്റെ ഉമ്മത്ത് കരുണക്ക് അർഹതപ്പെട്ടവരാണ്. തെറ്റ് വന്നു പോയാൽ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹതപ്പെട്ടവരാണ് എൻ്റെ ഉമ്മത്ത്. മുനാഫിക്ക് അതല്ല. മുനാഫിക്ക് മുസ്ലിങ്ങളുടെ കൂടെ നടക്കുന്നു, മുസ്ലിങ്ങളുടെ കൂടെ ഹജ്ജിന് വരുന്നു, മുസ്ലിങ്ങളുടെ കൂടെ നിസ്കരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും അധപ്പതനം ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, മുസ്ലിം സൊസൈറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് പറഞ്ഞ് പ്രചരിപ്പിച്ച് ആളുകൾക്കിടയിൽ ദശിവിശി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ആര്? ഈ മുന്നിൽ സഫിൽ നിസ്കരിച്ച മുനാഫിക്ക്. മുനാഫിക്ക് പറഞ്ഞാൽ നമ്മളെ കൂടെ തന്നെ ഉള്ളവരാ, പുറത്തുനിന്നൊന്നും കൊണ്ടുവരുന്നതല്ല കേട്ടോ.
അപ്പം അവർ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഒരു വ്യഭിചാര കുറ്റം ഒരാളുടെ പേരിൽ ആരോപിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമപ്രകാരം 4 ദൃക്സാക്ഷികളെ, പറഞ്ഞതോ കണ്ടതോ കേട്ടതോ ഒരാൾ അതിലേ പോയിനോ ദിലേ പോയിനോ പറഞ്ഞതൊക്കെ പറഞ്ഞ 80 അടി പറഞ്ഞോൻ കിട്ടണം. 4 സാക്ഷികളെ. ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അൻസാറുകളിൽപ്പെട്ട സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകർ നിങ്ങൾക്കൊരു ആയത്തിറങ്ങിയല്ലോ, അപ്പം സുമ്മലം എഴുത്തൂബി അർബഅത്തി ശുഹദാ, പതിവ്രതകളായ ആളുകളെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം നടത്തുകയും 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടുകയും ചെയ്തില്ലെങ്കിൽ ഫജ്ലിദൂഹും സമാനീന ജൽദ 80 അടി അടിക്കാമെന്ന് പറഞ്ഞൊരു ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ. അതേക്കുറിച്ച് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ചോദിക്കുക നബിയോട്, എന്താ വെച്ചറിയോ, ആ ഹാക്കറ ഉൻസിലത്തി യാ റസൂലല്ലാ, ആ ആയത്ത് അങ്ങനെ തന്നെയാണോ നബിയെ നിങ്ങൾക്ക് അവതരിപ്പിച്ചത്? ആ ആയത്ത് അങ്ങനെ തന്നെ അള്ളാഹു നിങ്ങൾ പറഞ്ഞ അതേമാതിരിയാണോ അവതരിപ്പിച്ചത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, യാ മാഇശറൽ അൻസാർ, അദ്ദേഹം അൻസാരിയാണല്ലോ, അപ്പം അൻസാരി സമൂഹമേ, അലാ തസ്മഊന ഖൗല സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് പറഞ്ഞ വർത്താനങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടില്ലേ ഇപ്പം അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ വാക്ക് ഇപ്പം നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹം അപ്പോൾ ഫഖാല സഅദ് ബിൻ ഉബാദ, അപ്പോൾ സഅദ് ബിൻ ഉബാദ നബിയോട് പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി ലഅലമു അന്നഹ ഹഖ്, വിശുദ്ധ ഖുർആന്റെ ആയത്ത് സത്യമാണെന്ന് എനിക്കറിയാം. അതോടൊപ്പം തന്നെ വ അന്നഹ മിനല്ലാഹ്, അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്നും എനിക്കറിയാം. അങ്ങനെ ഇതൊക്കെ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് എനിക്കറിയാം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ പ്രവാചകരെ, ഒരു വ്യഭിചാരിയെയും ഒരു വ്യഭിചാരിനെയും 4 ആൾ കാണാതെ ആ തെറ്റ് നടത്തിയത് ആരെങ്കിലും പറഞ്ഞാൽ 80 അടി അടിക്കാമെന്നുള്ള പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയെ ഒരു ദുഷ്ടൻ വന്ന് പീഡിപ്പിക്കുന്ന രംഗം അദ്ദേഹം എന്ത് ചെയ്തു, ലൗ വജത്തുൽ യഖാൻ, അങ്ങനൊരു കാണാനുള്ളൊരു സന്ദർഭം എനിക്കുണ്ടായാൽ, ഈ പറഞ്ഞ മാതിരി ഞാൻ എൻ്റെ ഭാര്യയെ ഒരാൾ പീഡിപ്പിക്കുന്ന രംഗം കാണിക്കാൻ ഞാൻ 4 ആളെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴേക്കും ഓനോൻ്റെ പണിയും കഴിഞ്ഞ് പോകില്ലേ? അതെൻ്റെ സംശയം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ തന്നെയാണോ ഇത് ഇറക്കിയത്? അള്ളാഹുവിൻ്റെ റസൂലിന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ ഇങ്ങനെ തന്നെയാണോ ഇറക്കിയത് ചോദിച്ചപ്പോൾ നബി എന്താ പറഞ്ഞത്? ആണ്. നിങ്ങൾക്കെന്താ സംശയം? അപ്പോഴാണ് നമ്മുടെ സഅദ് ബിൻ ഉബാദയുടെ സംശയം, ഇത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെ ശിക്ഷിക്കും? എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും? ഒരു ഭാര്യയും ഭർത്താവ് വ്യഭിചരിക്കുകയോ ഭാര്യ വ്യഭിചരിക്കുന്നോ കണ്ടാൽ 4 ആളെ പല ഭാഗത്തുനിന്നും കൂട്ടിക്കൊണ്ടിരുമ്പോഴേക്കും എന്തുണ്ടാവും? പോവില്ലേ? ആ സന്ദർഭത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹിലാൽ ബിൻ ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു ഓടിക്കിതച്ച് നബിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ ഒരു കർഷകനാണ്, ഇനി റജുലുൻ ഫലാഹ്, ഞാനൊരു കർഷകനായ മനുഷ്യനാണ്. ഞാൻ രാവിലെ പണിക്ക് പോകും, രാത്രിയാണ് എൻ്റെ വീട്ടിൽ ഞാൻ തിരിച്ചെത്താറുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇനി ജീത്തു അല അഹ്ലി അഷാൻ, എൻ്റെ കുടുംബത്തേക്ക് ഞാൻ എത്തുക രാത്രിയാണ്, രാവിലെ പോയാൽ. അപ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് എത്തിയപ്പം കാണാൻ പാടില്ലാത്തൊരു രംഗം ദാ ഇപ്പോൾ ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. ഒരു മനുഷ്യൻ എൻ്റെ ഭാര്യയും കയറി പിടിച്ച്, ഈ ഒജത്തു ഇന്ദഹ റജുലൻ, ഒരാളെ ഞാൻ കണ്ടു നബിയെ, ഫറഅയ്തു ബി ഐനി, ആ മനുഷ്യൻ ആരാന്ന് എനിക്കറിയാം, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു നബിയെ. വസമിഅതു ബി ഉദ്നി, സംസാരം ഞാൻ കേട്ടു നബിയെ, അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അദ്ദേഹത്തോട്, അൽ ബയ്യിന, തെളിവ്, സാക്ഷിയാണല്ലോ, 4 സാക്ഷി വേണ്ടേ? അൽ ബയ്യിന, എവിടെ തെളിവ്? അപ്പോൾ എന്താ അവിടെ ഉണ്ടായത്? നീ തെളിവില്ലാതെ നിന്റെ ഭാര്യയെപ്പറ്റി ഈ വിഷയം സംസാരിച്ചാൽ ഔ ഹദ്ദുൻ ഫീ ലഹ്രിക്, നിന്റെ ലഹറിന് ഹദ് വീഴും. ഹദ് പറഞ്ഞ ഇസ്ലാമിൻ്റെ നിയമം ഈ 80 അടി ഇപ്പം കിട്ടും, ബയ്യനിട്ട് വേണമെന്ന് പറഞ്ഞു. അവിടെയാണ് പിന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ പടച്ചോനാണ് സത്യം, വല്ലാഹു യഅലം, അള്ളാഹ്ക്കറിയാം, അന്നീ ലഹഖുൻ, ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അള്ളാഹ്ക്കറിയാം. പക്ഷെ ഒരു മറുപടിയും പറയാൻ കഴിയുന്നില്ല. ഇവിടെ പറഞ്ഞത് വ്യഭിചാരിയെയും വ്യഭിചാരിനെയും നിങ്ങൾ 100 അടി വീതം അടിക്കണം, അത് കാണണം, സാക്ഷികൾ ഉണ്ടാവണം. ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം വന്നപ്പം എന്തു മറുപടി പറയണമെന്നുള്ള നിലക്ക് വല്ലാത്ത ഒരു പ്രയാസത്തിൽ നിൽക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും മറുപടി കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ സഅദ് ബിൻ ഉബാദയുടെ സംശയം വന്നിട്ടുണ്ട്. രണ്ടാമത് ഹിലാൽ ബിൻ ഉമയ്യത്തിൻ്റെ ഒരു യഥാർത്ഥ സംഭവം ഉണ്ടായിട്ടുണ്ട്. മറ്റേ അദ്ദേഹം ആദ്യം ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞതായിരുന്നു, ഇങ്ങനെ ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഈ ആയത്ത് അള്ളാഹുവിൽ നിന്നാണോ എന്ന് ഡൗട്ടാണ് കുടുങ്ങിയത്. മറ്റേ ആൾ ഒറിജിനൽ വിഷയവുമായിട്ടാണ് നബിയുടെ അടുത്തേക്ക് ഓടി വന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫതഗയ്യറ വജൂഹു, നബിൻ്റെ മുഖം വിവർണമായി. നബിൻ്റെ മുഖം വിവർണമായി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ്റെ ആയത്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരപ്പുറത്തിരുന്നു കൊണ്ടാണ് വഹി ഇറങ്ങുന്നതെങ്കിൽ കുതിര പോലും നിലത്ത് വീണു. അത്ര വഹീന് അത്രമാത്രം ഭാരമാണ്, വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് നീങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പെട്ടെന്ന് വിവരണമായി. എന്താ കാരണം? നസല അൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹി ഇസ്ലാം, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി ഇസ്ലാം നബിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് വഹിയും കൊണ്ട്. എന്താ വഹി? ആ വിഷയത്തിൻ്റെ വഹി ഇതഞ്ഞ് കേട്ടോളൂ. നബി പറയാണ്, ഹിലാൽ ബിൻ ഉമയ്യത്തിനെ വിളിച്ചിട്ട് പറയാണ്, അബ്ശിർ യാ ഹിലാൽ ബിൻ ഉമയ്യ, ഹിലാൽ ബിൻ ഉമയ്യെ താങ്കൾ സന്തോഷിക്കുക, ഫഖദ് ജഅലല്ലാഹു ഫറജൻ വ മഖ്റജൻ, അല്ലാഹു താങ്കളുടെ ഈ വിഷയത്തിൽ ഒരു ശാന്തതയും ഒരു സമാധാനവും ഒരു പോംവഴിയും ഇതാ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. എന്താണ് ആ പോംവഴി? ഭാര്യയും ഭർത്താവും തമ്മിലാണ് ഈ ആരോപണം വരുന്നതെങ്കിൽ നാലാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുകയില്ല എങ്കിൽ എന്താണ് പോംവഴി? ഖുർആൻ പറയുന്നു, വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൻ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും, വല്ലദീന യർമൂന അസ്വാജഹും, തങ്ങളുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഇണകളെ വ്യഭിചാരാരോപണം നടത്തുന്ന ആളുകൾ, വലം യകുൻ ലഹും ശുഹദാ ഇല്ലാ അൻഫുസുഹും, അവർ തന്നെ അല്ലാതെ കണ്ടതായി സാക്ഷികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യണം? ഫശഹാദത്തു അഹദിഹിം അർബഉ ഷഹാദാത്തിൻ ബില്ലാഹ്, അവർ അല്ലാഹുവിനെ മുൻനിർത്തി 4 പ്രാവശ്യം സത്യസാക്ഷ്യം ചെയ്യണം. കണ്ട വ്യക്തി ഞാൻ കണ്ടിരിക്കുന്നു എന്ന കാര്യം സത്യസാക്ഷ്യം നടത്തണം 4 പ്രാവശ്യം. അല്ലാഹുവാണേ സത്യം, എൻ്റെ ഭാര്യ ഇത്തരത്തിലുള്ളൊരു തെറ്റ് വ്യഭിചാര കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ ഈ സത്യത്തിന് നീയാണ് സാക്ഷി, നീയാണ് സാക്ഷി, ആളില്ല. അങ്ങനെ 4 പ്രാവശ്യം പറയണം. 4 പ്രാവശ്യം അത്തരത്തിലൊരു ഈ സത്യത്തിന് അറബി ഷറയിൽ ഒരു ഭാഷ ഉണ്ട്, ലിആൻ ചെയ്യാന്നാ പറയാ. ഈ സത്യത്തിന് ലിആൻ, ശാപ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. 5ാമതായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൊണ്ട് അദ്ദേഹം ഒന്ന് പറഞ്ഞ എന്താണ്? 4 പ്രാവശ്യം അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുക. സത്യം ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഇന്നഹു ലമിന സാദിഖീൻ, ഞാൻ സത്യം പറയുന്നവരിൽ കൂട്ടപ്പെട്ട ആളാണ്, അള്ളാഹുവേ നീയാണ് സാക്ഷി, ഇന്നാൾ ഇന്നെ തെറ്റിയതുണ്ട്, കൃത്യമായി ഇങ്ങനെ പറയുക 4 വട്ടം. 5ാമതായി വൽ ഖാമിസത്തു, 5ാമതായി പുരുഷൻ പറയേണ്ടത് അന്ന ലഅനത്തല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ, ഭാര്യയുടെ പേരിൽ മറ്റെന്തയോ പ്രയാസം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞതാണെങ്കിൽ അള്ളാഹുവേ നിന്റെ ശാപം ലഅനത്തുള്ള, അള്ളാഹിൻ്റെ ശാപം. അതുകൊണ്ട് ലിആൻ എന്ന് പറയാൻ കാരണം ശാപപ്രാർത്ഥന. അള്ളാഹുവേ നിന്റെ ശാപം എൻ്റെ മേലുണ്ടായിക്കൊള്ളട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 5ാമത്തെ ശാപം, 4 ശാപം അള്ളാഹിനെ സാക്ഷി നിർത്തി പറഞ്ഞു. 5ാമത്തെ ശാപപ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിലാൽ ബിൻ ഉമയ്യത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹിലാലെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയുകയാണ്, 5ാമത്തെ സത്യം നീ ചെയ്യാൻ പോവുകയാണ്, ഇതോടുകൂടി ഒരുപാട് പ്രയാസങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. വിചാരിക്കുന്ന കളിയല്ലത്. അതുകൊണ്ട് ഇത്തഖില്ല, നീ അള്ളാഹിനെ സൂക്ഷിക്കണം. ഫൈന അദാബ ദുനിയ അഹ്വൻ മിൻ അദാബിൽ ആഖിറ, ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിനക്ക് കിട്ടാൻ പോകുന്ന 100 അടിയാണെങ്കിൽ അതിനേക്കാൾ കഠോരമായിരിക്കും പരലോകത്ത് നിനക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ. അത്രയും വലിയ, നീ ചെയ്ത തെറ്റിനേക്കാളും നീ പറഞ്ഞ തെറ്റിനേക്കാളും ഗുരുതരമാണ് നീ 5ാമതായി പറയാൻ പോകുന്ന ശാപപ്രാർത്ഥന. അള്ളാഹുവേ 5ാമതായി പറയുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യം കളവാണെങ്കിൽ അവളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പടച്ചവനെ നിന്റെ കോപം എൻ്റെ മേലുണ്ടാവട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഭർത്താവാണിത് പറഞ്ഞതെങ്കിൽ എന്തുണ്ടാവും? ഭാര്യ കുറ്റക്കാരിയായില്ലേ? അപ്പം ഭാര്യയെ ശിക്ഷിക്കണ്ടേ? ഇസ്ലാമികമായി ശിക്ഷിക്കണ്ടേ? അപ്പം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിലാൽ ബിൻ ഉമയ്യത്തിൻ്റെ
ഭാര്യയോട് നബി ചോദിച്ചു, വല്ലതും പറയാനുണ്ടോ? അദ്ദേഹം ഇതാ 4 സത്യസാക്ഷ്യം നടത്തി. 5-മതായി അദ്ദേഹം പറഞ്ഞ കാര്യം തെറ്റാണെങ്കിൽ അള്ളാഹിൻ്റെ ശാപം തൻ്റെ മേൽ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് ലിആൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്പസമയം ആ സ്ത്രീ മൗനമായി നിന്നു. കണ്ടു നിൽക്കുന്ന സാക്ഷികളായി എത്തിയ മുഅ്മിനുകൾ വിചാരിച്ചു അവൾ തെറ്റിപ്പോൾ സമ്മതിക്കാൻ പോവുകയാണ്. പക്ഷെ സംഭവിച്ചത് ഖദബ, അദ്ദേഹം പറയുന്നത് പച്ച കള്ളത്തരമാണ്, കളവാണ് പറയുന്നത്. ആ ഭാര്യ ഇദ്ദേഹം പറയുന്നത് കളവാണ്. അവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഭാര്യ ആ നിലക്ക് സംസാരിച്ചു. അപ്പോൾ രണ്ടാമത് ഇനിയിപ്പോൾ അവൾക്കൊരു ഓപ്ഷൻ വേണ്ടേ? ഭർത്താവ് രക്ഷപ്പെട്ടു, പറഞ്ഞ കാര്യത്തിൽ 4 സത്യസാക്ഷി നിർത്തി. ഇവള് പറയുന്നു ഇദ്ദേഹം കളവ് പറയണം. അപ്പം അവർക്കും വേണ്ട ഓപ്ഷൻ വേണം. ഖുർആൻ ഇറങ്ങി. എന്തായത്? أن تشهد 4 شهادات بالله إنه لمن الكاذبين. 4 പ്രാവശ്യം അല്ലാഹുവേ, ഈ എൻ്റെ ഭർത്താവ് പറയുന്ന കാര്യം കളവാണ് പടച്ചവനെ. അല്ലാഹുവേ, ഇതീ പറയുന്ന ആള് കളവാണ് പറയുന്നത്, നീയാണ് സാക്ഷി, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് 4 പ്രാവശ്യം പറയണം. വൽ ഖാമിസത, 5-മത്തേതായി പറയണം, അന്ന ഗളബല്ലാഹി അലൈഹ, ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നിന്റെ കോപം എൻ്റെ മേലുണ്ടാവട്ടെ. പുരുഷൻ പ്രാർത്ഥന എന്താ? അള്ളാഹിൻ്റെ ശാപ അല്ലേ? ആ 2 ശബ്ദം കേട്ടില്ല നിങ്ങൾ? ഒന്ന് ലാനത്തുള്ള, അള്ളാഹിൻ്റെ ശാപ പറഞ്ഞത്. പെണ്ണ് പറഞ്ഞപ്പോഴോ ഏതാ കൂടുതൽ ഗൗരവം? അള്ളാഹിൻ്റെ ശാപാണോ അള്ളാഹിൻ്റെ കോപമാണോ? അള്ളാഹിൻ്റെ കോപമാണ്. അപ്പം അള്ളാഹിൻ്റെ കോപം എൻ്റെ മേലുണ്ടാവട്ടെ. 5-മതായി പറഞ്ഞതാ. ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഹുക്കുമാട്ടോ. ഇതൊക്കെ ഇസ്ലാം തെറ്റുകളിൽ നിന്ന് ജനങ്ങളെ തടുക്കാനുള്ള ചില നിയമപരമായ വഴികൾ തേടുകയാണ്. അല്ലേ? അപ്പം 5-മതായി പറഞ്ഞെന്താ? വൽ ഖാമിസത അന്ന ഗളബല്ലാഹി അലൈഹ ഇൻ കാന മിനസ് സ്വാദിഖീൻ. ഭർത്താവ് പറഞ്ഞത് സത്യമാണെങ്കിൽ അല്ലാഹുവേ നിന്റെ കോപം എൻ്റെ മേലുണ്ടാവട്ടെ. ഇങ്ങനെ ഒരാൾ ലിആൻ ചെയ്താൽ, ഭാര്യയും ഭർത്താവും ഇങ്ങനെ പറഞ്ഞപ്പോൾ 2 പേരും ഇസ്ലാമികമായ ഭൗതിക ദുനിയാവിലെ ശിക്ഷയിൽ 2 പേരും മോചിതരായി. 2 പേരെയും ഇനി ഇസ്ലാമിലെ നിയമപ്രകാരം 100 അടി അടിക്കാൻ പാടില്ല. ഭാര്യയും പറഞ്ഞു, അവർ പറഞ്ഞു കളവാണ്. ഇതിലൊന്നല്ലേ സത്യമുള്ളൂ? 2 സത്യത ഉണ്ടാവില്ലോ, ഏതോ ഒന്നല്ലേ സത്യം ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഇസ്ലാമിൽ ഒലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫ്, വിവാഹമോചനം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് അവരുടേതായ ചില മോചന മൂല്യങ്ങൾ നൽകാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കുട്ടികളുടെയും ചെലവിന് കൊടുക്കും. ഇനി ഈ ബന്ധത്തിൽ ഈ പെണ്ണിന് ഗർഭം ധരിച്ചാൽ ഒരു കാരണവശാലും ഈ കുട്ടി ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെതാണെന്ന് പറയാൻ പാടില്ല. ആർക്കും പറയാൻ പാടില്ല. ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെതല്ല കുട്ടി എന്ന് നാട്ടുകാരെയും പറഞ്ഞാൽ 80 അടി ഓൻക്കും കിട്ടും. മനസ്സിലായില്ല? ഈ കുട്ടി വ്യഭിചാര കുട്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓൻക്കും കിട്ടും 80 അടി. ഇത് ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ കുട്ടിയാന്ന് പറഞ്ഞാൽ അതിന് കിട്ടും 80 അടി. ലിആൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിൻ്റെ കാര്യം ഇസ്ലാമിൻ്റെ നിയമത്തിലേക്ക് വന്നു. ആ കുട്ടി ഇസ്ലാമിൻ്റെ കുട്ടിയാണ്. ഇനി ആ കുട്ടിനെ ആക്ഷേപിച്ച് സംസാരിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. ഇസ്ലാം കൊണ്ടുവരുന്ന ഒരു നിയമ പദ്ധതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ലൂപ്പോളുമില്ലാതെ എല്ലാ ലൂപ്പോളുകളും അടച്ചുകൊണ്ടാണ് ഇസ്ലാം നിയമം പറയുക. ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഇനി ഈ ഭർത്താവിനെ സംബന്ധിച്ചോളം അവൾക്ക് ചെലവിന് കൊടുക്കലോ കുട്ടികൾക്ക് ചെലവ് കൊടുക്കലോ ഓൾക്ക് താമസ സൗകര്യം ചെയ്ത് കൊടുക്കലോ ഒന്നും ഇയാളുടെ ബാധ്യതയല്ല. ലിആൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞ റസൂലുള്ള? ലാ ബൈത അലൈഹി, വീടിൻ്റെ ഉത്തരവാദിത്വം ഇനി അയാൾക്കില്ല. വലാ കൂത്തലഹു, ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യതയും അദ്ദേഹത്തിനില്ല. മിന്നൻ യഫ്തരിഖാ ബിഗൈരി തലാഖ്, തലാഖ് ചെയ്യാതെ തന്നെ അവർ 2 പേരും പിരിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ഒരു കാരണവശാലും മരണം വരെ യോജിക്കാനും പാടില്ല. മറ്റ് തലാഖുകൾക്ക് യോജിക്കാം. ലിആൻ ചെയ്ത ദമ്പതിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനി 2ാമത് ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. കേട്ടോ? കാര്യം മനസ്സിലായോ? ഇപ്പം ഈ തോന്നിയാസം പറയുകയും തോന്നിയാസം കളിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം ഞമ്മക്കിപ്പോൾ ഒരു ഇസ്ലാമിക ഭരണം അടിയും കിടിയൊന്നും കിട്ടാത്തതുകൊണ്ട് എല്ലാം കൂടി പരലോകത്ത് കിട്ടും. നിങ്ങളിപ്പോൾ ഈ വിവരം അറിയാത്ത എന്താ? ഇവിടെ ഇപ്പം അടിയില്ല, മറ്റവൻ പറഞ്ഞവർക്ക് ഓൻ്റെ ഒരു ബലവും പറയും, എനിക്ക് എതിർപ്പുള്ള ഞാനും പറയും.
നിങ്ങൾക്ക് എന്നോട് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പറ്റി പറയും. അടിച്ചിരുത്താൻ എന്ത് വയ്യുണ്ട്, അതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. രാജ്യത്ത് ഒരുപാട് തിന്മകൾ കൂലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അപകടങ്ങൾ ആണും പെണ്ണും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദുർവൃത്തികളിൽ ചെന്ന് പെട്ട് പലരും കേസുകളിലും ജയിലുകളിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും രാജ്യത്തുള്ള നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ഇത്തരം അപകടങ്ങളിൽ തെറ്റുകളിൽ പോയിപ്പെട്ടിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ പെൺകുട്ടികളും ആൺകുട്ടികളും സാധാരണഗതിയിൽ മീശക്കിളിർത്ത് വരുമ്പോഴേക്കും ആൺകുട്ടിക്ക് തുടങ്ങുന്നു അവൻ്റേതായ വൈകാരിക രോഗങ്ങൾ. വെറും വൈകാരികത മാത്രമാണ്. അതിനൊരു തടസ്സം സൃഷ്ടിക്കപ്പെടാനുള്ള യാതൊരു വഴിയുമില്ല. 10-14 വയസ്സ് പെൺകുട്ടിക്കാവുമ്പോഴേക്കും പെൺകുട്ടിയും തുടങ്ങി. പെൺകുട്ടി ജനിക്കുമ്പോൾ ഇല്ലാത്ത ഏതെങ്കിലും അവയവം എക്സ്ട്രാ ആയിട്ട് അള്ളാഹു വലുതായതിൻ്റെ ഫലമായിട്ട് കൊടുത്താൽ അതും വെച്ച് കളിക്കാൻ തുടങ്ങും. മനസ്സിലായില്ല? ഞാൻ എക്സ്ട്രാ എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊരു മാംസക്കണ്ടാണ് കൂട്ടരെ. അതിൻ്റെ മുകളിലൊന്നുമില്ല. അത് വെറുതെ കുത്തി വീർപ്പിച്ച് കൊണ്ടു നടക്കുക. പക്ഷെ ചെറുപ്പക്കാരനായ കുണ്ടന്മാർക്കറിയോ? പക്ഷെ അള്ളാഹു ഈ വളരെ കോമളമായി അണിയിച്ചൊരുക്കിയ ഒരു വിഭാഗം ആളുകളാണ് സ്ത്രീകൾ. പുരുഷൻക്ക് അട്രാക്ഷൻ കൊടുത്തുകൊണ്ടാണ് ഇത് സൃഷ്ടിച്ചത്. ഖലഖ്നാക്കും അസ്വാജ, ഇണയായി ജീവിക്കാൻ തോന്നുന്ന വിധത്തിൽ സൃഷ്ടിച്ചതാണ്. ഇണയാകാൻ വേണ്ടിയിട്ട് മര്യാദ പ്രകാരം അതിനാണ് അങ്ങനെ സൃഷ്ടിച്ചത്. പക്ഷെ അതിവിടെ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. എത്രയോ കേസുകൾ കേൾക്കാറില്ലേ, കോടതിയിൽ നിന്ന് സ്വന്തം ബാപ്പ നിന്ന് കരയുന്നു, ഉമ്മ നിന്ന് കരയുന്നു. ആ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും കരച്ചിലിന് ഒരു പുല്ല് വില കൽപ്പിക്കാത്ത പെൺകുട്ടികൾ, ഒരു പുല്ല് വിലയും കൽപ്പിക്കാത്ത ആൺകുട്ടികൾ അല്ലേ. എത്രമാത്രം മതപ്പതിച്ചു. എന്നിട്ടവർ സുയിക്കുകയാണോ? അല്ല. എത്രത്തിന് കൊന്നു കുഴിച്ചിട്ടു, എത്രത്തിന് ആസിഡ് കൊടുത്ത് കുഴിച്ചിട്ടു. ആരും അറിയാത്തതത്ര എത്ര ഉണ്ട് ഞങ്ങൾ വിചാരിച്ച്. ഈ നിത്യവും നമ്മളുടെ കമിതാക്കളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ രാപ്പകലില്ലാണ്ട് 24 മണിക്കൂറും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ ആണും പെണ്ണും യുവാക്കളും യുവതികളും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ അറിയോ? ഫൈന്നഹാ ലാ തഅമൽ അബ്സാർ, അവരുടെ കണ്ണുകൾക്ക് ഒരു അന്ധതയും ബാധിച്ചില്ല. കണ്ണുകൊണ്ട് ഇതൊക്കെ കാണുന്നുണ്ട്. ടി വിയിലാണ് ഈ ന്യൂസ് അവർ കേൾക്കുന്നുണ്ട്. കണ്ണുകൾക്ക് ഒരു അന്ധതയും ബാധിച്ചിട്ടില്ല. വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ, ഹൃദയത്തിൽ അല്ലാഹു കൊടുത്തിരിക്കുന്ന മനസ്സിനാണ് അന്ധത ബാധിച്ചത്. അതിന് അന്ധത ബാധിച്ചിരിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റം അപകടത്തിക്കെടുത്ത് കളിക്കുക. ആരെന്ത് പറഞ്ഞാലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. സ്വന്തം ഉമ്മ മോളെ കയ്യും കാലും പിടിച്ച് കരയുമ്പോൾ കരച്ചിലാ തള്ളൻ്റെ പറയാൻ മാത്രം മൃഗീയമായി തളർന്നുപോയ, കാമം വളർന്നുപോയ പെൺകുട്ടികൾ, അതിനേക്കാൾ അതപ്പതിച്ച ആൺകുട്ടികൾ, ജന്മം നൽകി പോറ്റി വളർത്തി പഠിപ്പും കാര്യങ്ങളും വേണ്ടി അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചു. മനസ്സിലായോ? എന്നിട്ട് ഒരു ഇന്നലെ കണ്ടൊരു പെൺകുട്ടിക്ക് വേണ്ടി അല്ല ഇന്നലെ കണ്ടൊരു ആൺകുട്ടിക്ക് വേണ്ടി വ്യഭിചാരത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അറിയുന്നില്ല അതിൻ്റെ ഭൗതികവും പാരത്രികവുമായ ശിക്ഷയും അതിൻ്റെ വിഷമവും. അത് നാളെ തൻ്റെ മയ്യത്ത്, നമ്മൾ സാധാരണ ഓരോരോ മയ്യത്തുണ്ടല്ലേ നിങ്ങൾ കൊണ്ടുപോകണം, പഴംപൊരി പൊരിച്ചായി അല്ലേ, പഴംപൊരി പൊരിച്ചായി അല്ലേ നിങ്ങളത്തിലാണ്ട് വെച്ചാൽ കൊണ്ടുപോകല്ലേ. അപ്പോഴാണ് കാമവും കമിതാക്കളെയൊക്കെ വിവരം അവിടുന്ന് അറിയും, ഇവിടുന്ന് കിട്ടാത്തത് കേട്ടോ. ഇപ്പം ആരുന്നില്ല, ഏത് വയസ്സൻക്കുണ്ട് കാമം, അല്ല ഏത് വയസ്സന്മാർക്കുണ്ട് ലൈന്. വയസ്സത്തികൾ ഇപ്പം അതിന് തയ്യാറായിരിക്കുന്നു. ഓലിപ്പോൾ ചുരിദാറൊക്കെ ഇട്ട് കിടക്കല്ലേ. മുമ്പൊക്കെ 40-45 വയസ്സാകുമ്പോഴേക്കും നമ്മളമ്മമാരൊക്കെ നമ്മളൊക്കെ വയസ്സത്തികളായെന്നും പറഞ്ഞിട്ടൊരു കാച്ചി തുണിയും ഒരു കീസ ഉണ്ടല്ലോ, ഒരു ഇതുള്ള മിന്നുന്നേ കുറച്ച് ഇതുള്ള ആ ഇട്ട് തൂക്കിയിട്ട് ഇങ്ങനെ നടക്കുക ചെയ്യാം. നമുക്ക് വയസ്സായില്ല ആൾക്ക്. ഇപ്പം അതല്ല, ഇപ്പം 55-നും 60-നും ഒന്നും ആയില്ല. അതും ഇപ്പം ഇങ്ങനെ നടക്കുക. വല്ലാത്തൊരു കാലഘട്ടമാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കോയില്ലേ, അതാ പണിയെടുക്കാത്ത കോയി, അധ്വാനിക്കാണ്ട് നിന്ന കോയില്ലേ, അത് അധ്വാനിക്കാണ്ട് കൂട്ടിലിങ്ങനെ നിന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ട് അതാണല്ലോ തിന്നുന്നത് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ 6-7 വയസ്സാകുമ്പോഴേക്കും മെൻസസ്സായി. കോയി ഇങ്ങനെ തിന്നുക, അത് ശവാക്കിയതും അല്ലേ, ശവായ അടിച്ച് പരത്തിയ ശവം ആയി. അപ്പം അതിന് ശവായ.
ആ ശവമായതാ പിന്നെ കൊടുക്കുന്നത്. അതിങ്ങനെ നല്ല തിന്നുക പെൺകുട്ടികൾ ഇങ്ങനെ അടിച്ച് കയറ്റുകയാണ്. അപ്പോൾ എവിടെയാണ് വളരേണ്ടത്, എവിടത്തേക്കാണ് വളർന്നതെന്നൊരു പിടുത്തമില്ല. മനസ്സിലേ? അങ്ങോട്ട് വളർന്നൂടുക എല്ലാ ഹോർമോൺസും. മുമ്പാണെങ്കിൽ നമുക്കൊരു കോയിനെ കിട്ടണമെങ്കിൽ 2 മണിക്കൂർ അതിൻ്റെ പയ്യാൽ ഓടണം. മുഴുവൻ കൊളസ്ട്രോളും കത്തിയതിൻ്റെ ശേഷം അതിന് കിട്ടുള്ളൂ. അത് മാത്രമല്ല, ഞാൻ കിട്ടിയാൽ തന്നെ എന്താ ടൈമിൽ ഉണ്ടാകുക? ഒരു കോലിൻ്റെ മുകളിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അല്ലേ? അത് കിട്ടിയാൽ കിട്ടി, മറ്റുള്ളവരല്ലോ. ഇപ്പം കോയിൻ്റെ ചന്തി ബറാമിൻ്റെ എമ്പ് പോലെ അല്ലേ? അങ്ങനെ തിന്ന് കൂറ്റം കുത്തി നടക്കുക. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. എന്ത് തോന്നിയാസും എന്ത് അപകടത്തിനും പോയി പെടുകയാണ് അല്ലേ? ആര് നിർദ്ദേശിച്ചാലും ശ്രദ്ധിക്കുക പോലുമില്ല. ഒരു നസീഹത്ത്, ഒരു ഉപദേശം ഉമ്മ കൊടുക്കാൻ വിചാരിച്ച കേൾക്കാൻ താല്പര്യമില്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക്. ഉണ്ണിച്ചാട്ട് പോവും. ഇപ്പം ഇതിലുണ്ടാവും. ഇപ്പം വന്നിക്കണമെങ്കിൽ ആരെയും കൂട്ടിക്കൊടുക്കണമെങ്കിൽ മോളെ ഒരു നല്ലൊരു ഉപദേശം എനിക്ക് തരാം, ഉപദേശം സ്വന്തം ഉപദേശിച്ചോളി, ഞാൻ ഓളാണിച്ചു പോകും. എനിക്ക് നിങ്ങളെ ഉപദേശം കേട്ടിട്ട് ഇപ്പോൾ പ്രാന്തായിക്കണമെന്ന് അറിയാം. ചിലർ ബാപ്പാർ വിളിച്ചിട്ട് പറയും മക്കളെ. ആർക്കും ആരുടെയും ഉപദേശിക്കുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല അല്ലേ? അപ്പം നമുക്ക് നോക്കാം ഇസ്ലാം ഇടപെടുന്നതോടെ എന്നറിയുകൾ. വ്യഭിചാരാണ് ഏത് വിഷയം, എല്ലാ വിഷയവും വ്യഭിചാരാണ്. ഇത് നേരെ ദുഹൂലായിക്കോളുന്നില്ല, ദാമ്പത്യ ജീവിതം തന്നെ പുലർത്തിക്കൊള്ളണമെന്നില്ല, ഇല്ലാതെ തന്നെ ഈ അവസ്ഥ വരുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചു വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി, അല്ലെ ഒരു ആണിനെ വളയ്ക്കാൻ വേണ്ടി, വളയ്ക്കുക എന്നുള്ളപ്പോൾ പറയാം അല്ലേ? എന്താ പറയുക തന്നെയല്ലേ അല്ലേ? അത് തെറ്റിയോ? എനിക്ക് ഇല്ലല്ലോ. ഒരു പെണ്ണിനെ വളയ്ക്കുക, അല്ലെങ്കിൽ ലൈൻ അടിക്കുക, അങ്ങനെ പറയില്ലേ? ലൈൻ ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ലൈനൊക്കെ അടിക്കുന്നവർ അടിച്ചുകൊണ്ടിരുന്നുണ്ട്, ലൈൻ അടിക്കുന്നവർ. അവരറിയുന്നില്ല അവർ ചെയ്യുന്ന ഭീമാകാരമായ അപകടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വ്യഭിചാര കുറ്റം ചെയ്യുന്നത് പോലെ തന്നെയാണ് ലാ തഖറബു സിന, വ്യഭിചാരം കൊള്ള അടുക്കരുത്. അടുക്കലെങ്ങനാ വ്യഭിചാരം കൊള്ള? അടുക്കലെങ്ങനാ? വ്യഭിചാരത്തിന് ഉടുതുണി ഊരലല്ല. അൽ ഐനാനി, 2 കണ്ണുകൾ കൊണ്ട് വ്യഭിചരിക്കാൻ നിനക്ക്. സിനാഹുമ, അവ രണ്ടും ചെയ്യുന്ന വ്യഭിചാരം. അന്നെറുു, അന്യ സ്ത്രീകളെ നോക്കുക, അന്യ സ്ത്രീ പുരുഷനെ നോക്കുക. ഇത് വ്യഭിചാര. നോട്ടത്തിലൂടെ വ്യഭിചാരം വരും. ഒരാൾ വ്യഭിചരിക്കുന്നത് പെട്ടെന്ന് പോയി വ്യഭിചരിക്കല്ല, ആണോ? ആദ്യം കുറേ കണ്ണും കയ്യും കാലും കലാശം കാട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അല്ലേ? ആണല്ലേ? അതൊക്കെ ഉണ്ടെങ്കിൽ എന്നിപ്പോൾ ഒരു നിലവാരമുള്ള രൂപത്തിലേക്ക് അപ്പം മാറിയിരിക്കുന്നത്. ഇങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പം നമ്മളെ മോക്ക് ആരോടും ലൈനില്ലേയും ബാപ്പ ചോദിക്കും, ഇവളെ കല്യാണം കഴിച്ചാൽ കുടുങ്ങോ? ഓക്കൊരു ചിന്തയില്ലല്ലോ അതിനെപ്പറ്റി. ഓള് ദീൻ ഉൾക്കൊണ്ടിട്ട് അത് അവിടെ മാറ്റി വെച്ചാൽ, ആ സ്റ്റേജ് അവിടെ മാറ്റി വെച്ചാൽ, ഞാൻ ചെക്കൻ മാറ്റി വെച്ചാൽ ഇവനാളൊരെന്താ ഒരു മൊയന്താണോ? ബാപ്പ ചോദിക്കുക. ആ അവസ്ഥയിലപ്പുള്ളത് അല്ലേ? അപ്പം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ കണ്ണിന് നിയന്ത്രിക്കണം. കണ്ണുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വ്യഭിചാരം നടത്താൻ പാടില്ല. അൽ ഐനാനി, 2 കണ്ണുകൾക്ക് വ്യഭിചാരം നിർവഹിക്കാം. സിനാഹുമ, ആ കണ്ണുകളുടെ വ്യഭിചാരം എന്നുള്ളൊരു നോട്ടമാണ്. വൽ ഉദ്നാനി, 2 ചെവികൾക്ക് വ്യഭിചാരം നിർവഹിക്കാം. സിനാഹുമ, 2 ചെവികളുടെ വ്യഭിചാരം. അൽ ഇസ്തിമാ, തോന്നിവാസം കേൾക്കലാണ്. അപ്പം തോന്നിവാസം കേൾക്കൽ വ്യഭിചാര. ചില ആളുകൾക്ക് എന്തെങ്കിലും തോന്നിയാസമൊക്കെ കേൾക്കാൻ എന്നിട്ട് ബാക്കി പറയും. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും ബാങ്ക് കൊടുക്കും, ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് പറയാം. ആ നിസ്കാരം എന്തായി? തരാറായി. കാരണം ഇത് കേൾക്കാനുള്ള പൂതിയിൽ ഇമാമ് വലിയ സുഹൃത്തൊക്കെ എപ്പോൾ ഓതാൻ കണ്ട് സൂറ ഒരു ചെറിയ കുല്ലല്ലാഹുവിൽ ഒതുക്കുന്നതിന് മുമ്പ് മൂപ്പര് വൽഫജിറുമിലൊക്കെ പോയത് അല്ലേ? അപ്പോൾ എന്താ കാരണം അറിയാം? ആ നിസ്കാരം അങ്ങനെ തന്നെ. അതാ ഈ ഇസ്തിമാവിന് വല്ലാത്തൊരു പൂതിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യോതി ആയത്തതാ ഇന്നൻ നഫ്സല അമ്മാറത്തുൻ ബിസൂ, മനുഷ്യ മക്കൾക്ക് മുഴുവനും തമ്മാടിത്തം ചെയ്യാൻ വലിയ ആഗ്രഹമാണ്. തെറ്റ് ചെയ്യാൻ ആ മനുഷ്യൻ്റെ മനസ്സിന് വലിയ ഇഷ്ടം. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട, നിങ്ങളിപ്പോൾ മുന്തിയത് അയക്കുന്ന, നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് നോക്കണോ? പിന്നെ ഒറ്റയ്ക്ക് നിന്നാലും അനങ്ങാത്ത യാതി ഉണ്ട്. അതെന്താ വെച്ചാൽ എല്ലാം കഴിഞ്ഞതാ. ഇനി അതിന്മേൽ നെയ്യൊന്നുമില്ല. അല്ലാത്ത ആളുകൾ ലേശം നെയ്യ് ബാക്കിയുണ്ട് ഇതുണ്ട് ഇല്ലേ? അപ്പൊ ഇസ്ലാം ഇടപെടുന്ന എവിടെയാണ്? വെറും നേരിട്ട് വ്യഭിചാരത്തിലേക്കല്ല. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, കേൾവിക്ക് വ്യഭിചാരമുണ്ട്. അൽ ലിസാൻ, നാവ്. സിനാഹു അൽ കലാം, നാവിൻ്റെ വ്യഭിചാരം സംസാരമാണ്. തോന്നിവാസം പറയുക.
അവിടെ ഇങ്ങനെ ഒരാളുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരാളുണ്ട്, ആ ആൾ ഇങ്ങനെയുള്ള ആളാണ്, ഈ ആൾ ഇങ്ങനത്തെ ആളാണ് പറയല്ലേ? തമ്മിൽ കണ്ടാൽ ഒരേ തൂവൽ പക്ഷികൾ കണ്ടാൽ എന്താ പറയുക? ഇത്തരം കാര്യങ്ങളാണല്ലോ പറയുക. അവിടെ നിന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം, ഞായറാഴ്ച അല്ലേ പോയി നോക്കാം അല്ലേ? നിങ്ങൾ പോയി ഇത് ചെയ്തോളുന്നില്ല, പറഞ്ഞ വിചാര. പിന്നെ നിങ്ങളെ മനസ്സിലേക്ക് എന്ത് നിസ്കാരം, പിന്നെന്താ ഹജ്ജ്, പിന്നെന്ത് ഉംറ, എല്ലാം പോയില്ലേ? അപ്പം മനസ്സും കണ്ണും കാതും കരളും ഒരുപോലെ അപകടത്തിലാണ്. അൽ ലിസാന് അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു എന്ത്? അൽ യദാനി, രണ്ട് കൈകൾ. സിനാഹുമ, ആ രണ്ട് കൈകൾക്ക് വ്യഭിചാരമുണ്ട്. എന്താ? അൽ ബത്ഷ്, പെണ്ണുങ്ങളെ തോണ്ടൽ. നിങ്ങൾ കേൾക്കല്ലേ? അവിടെ തോണ്ടി, ഇവിടെ തോണ്ടി, ഓൾ ചെരുപ്പെടുത്തടിച്ച്. ചിലവർ ബസ്സിലൊക്കെ കയറിയാലേ ചില ആണുങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്ത് വെറുതെ ബ്രേക്ക് ചവിട്ടാണ്ടേ, മൂപ്പര സ്വന്തം വക ബ്രേക്ക് അല്ലേ? അങ്ങനത്തെ ആൾക്കാരില്ലേ? അതൊക്കെ വിചാര. പിന്നെ അൽ കൽബ്, മനസ്സ്. സിനാഹു, കൽബിന്, മനസ്സിനൊരു വ്യഭിചാരമുണ്ട്. അതെന്താ? യതമന്നാവ യഹ്വ, മനസ്സിൽ മോഹിക്കുക. അങ്ങനെ മോഹിക്കൽ പലതരത്തിലുണ്ട്. ഭാര്യമാരുമായി ബന്ധപ്പെടുമ്പോൾ വരെ കന്യ പെണ്ണുങ്ങളെ നീയത്ത് വെച്ച് കൽബിൽ വെച്ചിട്ട് ഭാര്യയായിട്ട് ബന്ധപ്പെടുന്ന പുരുഷന്മാർ വരെയുണ്ട്. ഭർത്താവുമായി ബന്ധപ്പെടുമ്പോൾ അന്യ പുരുഷന്മാരെ നീയത്ത് ചെയ്തിട്ട് ബന്ധപ്പെടുന്ന സ്ത്രീകളുണ്ട്. ഇതൊക്കെ വിചാര. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. അതോ നിങ്ങളിതൊന്നും ഇല്ല മൂലം ഇതൊക്കെ നാട്ടിൽ, ഏത് നാട്ടിൽ, ആഫ്രിക്കയിലത്തെ നടത്തുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇരുത്തം കണ്ടിരിക്കാനാണ് തോന്നുന്നത്. അതോ നിങ്ങൾ പേടിച്ചുത്തിരിക്കുകയാണോ? ആ, എന്നാൽ ഇനി കേട്ടോളി, പേടിക്കേണ്ടത്. ഇതിനൊക്കെ കുറച്ച് പേടിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്, കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ മഅ്ശറന്നാസ്, അല്ലയോ മനുഷ്യ സമൂഹമേ, ഇത്തഖു സിന, നിങ്ങൾ വ്യഭിചാരം സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സാധനം, അത് വലിയ ലാഭത്തില്ല അതിമേൽ. ഉണ്ടോ? ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരാൾ പറഞ്ഞു, ഒരാൾ പറഞ്ഞാൽ ആളെയൊന്നും ഞാൻ പറയില്ല, കാര്യം മാത്രം പറയാം. മൂപ്പർക്ക് 9 ലൈനാണല്ലോ. അപ്പോൾ ഓരോരോ ഫോൺ വരുമ്പോൾ പേടിയാണ്. ഇപ്പം കുറച്ച് മുമ്പ് തുടങ്ങിയതായതാണ്. ഇപ്പോൾ 9 എണ്ണം അയക്കുന്നത്. ഇപ്പം മൂപ്പർക്ക് ഇതെല്ലാം കൂടി വെച്ചിട്ട് ഇടങ്ങറയക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ്റെ ബയ്യ ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കാൻ വന്നത്. മൂപ്പർക്ക് നന്നാവണം എന്നുണ്ടായാലോ. അപ്പം ഇതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടിയാൽ എന്താക്കാൻ പറ്റുള്ളൂ? നന്നാൻ പറ്റുള്ളൂ. അതിന് വല്ല വയ്യും ഉണ്ടോ എന്നുള്ള ഫത്വ ഇസ്ലാമികമായിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടോ വല്ല പരിപാടി ഉണ്ടോ എന്ന് അറിയാനാണ് വന്നത് കേട്ടോ. അപ്പം ഞാനതൊരു ക്ലാസ്സിൽ ഇങ്ങനെ ഈ വിഷയം പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ കേട്ടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മരുന്നും കൊടുത്തു തരണം, മരുന്ന് ഞാൻ കൊടുത്തു തരണം. അപ്പം ഇത് കേട്ടൊരുത്തനോട് മരുന്ന് എന്താ മൗലവി, നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അനക്കാ രോഗം വരുമ്പോൾ ബാ മരുന്ന് അപ്പം തരാം. എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഇത് ആളുകൾ ഉള്ളിൽ ഒളിപ്പിക്കുന്ന മോശമായ അപകട. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അയ്യുഹന്നാസ്, വിളിച്ചതാരാ? 14 നൂറ്റാണ്ട് മുമ്പ് മനുഷ്യരെ എന്ന് വിളിച്ചിരിക്കുന്നത് ലോകത്തിന് കാരുണ്യകനായി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചെന്താ പറഞ്ഞത്? ഇത്തഖു സിന, വ്യഭിചാരം സൂക്ഷിക്കണം കേട്ടോ. ഫൈന ഫീഹി സിത്തു ഹിസാൽ, അതിൽ നിങ്ങൾക്ക് 6 കാര്യം നഷ്ടപ്പെടാനുണ്ട്. വ്യഭിചാരത്തിൽ 6 കാര്യം. ഒന്ന് സലാസും ഫി ദുനിയ, 3 എണ്ണം ദുനിയാവിൽ നഷ്ടപ്പെടും. ഓ സലാസും ഫിൽ ആഖിറ, 3 എണ്ണം പരലോകത്ത് നഷ്ടപ്പെടും. വ്യഭിചരിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ 3 എണ്ണം നഷ്ടപ്പെടും, ആഖിറത്തിൽ 3 എണ്ണം നഷ്ടപ്പെടും. ഫഅമ്മല്ലാത്തി ഫി ദുനിയ, എന്താണ് ദുനിയാവിലെ 3 കാര്യം? ഒന്നാമത്തെ കാര്യം ഫയുദ്ഹിബുൽ ബഹാ, ആ വ്യക്തിയുടെ വ്യക്തിത്വവും ലാവണ്യവും സൗന്ദര്യവും ഒക്കെ പോവും. അയാളെ ഒരു വ്യക്തിത്വം ഇല്ലാണ്ടാവും. അയാൾ അതോടുകൂടി അയാൾക്ക് വ്യക്തിത്വം ഇല്ലാണ്ടാകുന്ന തൊട്ട് അയാളുടെ മുഖത്തിൻ്റെ ഗ്ലാരിങ് നഷ്ടപ്പെടും. അതോടുകൂടി അയാളുടെ ഗാംഭീര്യ മനോഭാവം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും. ദുനിയാവിൽ ഒന്നാമത്തെ നഷ്ടം. രണ്ടാമത്തെ നഷ്ടം ഓ യൂരിസുൽ ഫഖർ, ദാരിദ്ര്യം അയാൾക്ക് അള്ളാഹു അവകാശപ്പെടുത്തും. ഒരു ദാരിദ്ര്യം, എല്ലാ വിഷയത്തിലും ദാരിദ്ര്യം, എല്ലാ വിഷയത്തിലും. അത് കുടുംബത്തിൽ പല വിഷയങ്ങളുണ്ട്, അവിടെയൊക്കെ ഒരു ദാരിദ്ര്യം വന്ന് ഇടപെട്ടാളും. മനസ്സിലായി? മൂന്നാമത്തെ വിഷയം ഓ യൻഖുസുൽ ഉംർ, ആയുസ് അള്ളാഹു ചുരുക്കും. 3 എണ്ണം ദുനിയാവിൽ. അപ്പം ഈ
കവിതാക്കളായി നടക്കുന്ന ആളുകൾക്കൊക്കെ യഥാർത്ഥത്തിൽ ഒരുപാട് മാനസികമായ സംഘർഷാവസ്ഥ അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ ഇത്തരം ഒരു ദുർവൃത്തികളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുമ്പോൾ തോന്നും ഇതൊക്കെ തരക്കേടില്ല. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നറിയോ? ഈ കവിതാക്കൾക്ക് രണ്ടാളെ അറിയില്ല. ആണിന് പെണ്ണിനെ അറിയില്ല, പെണ്ണിന് ആണിനെ അറിയില്ല. ഇപ്പം രണ്ടാളും വിടൽ മാത്രമേ രണ്ടാൾക്കും അറിയുള്ളൂ. എന്താ നിങ്ങൾ രണ്ടാളും എന്താ ചിരിക്കുന്നു? നിങ്ങൾ കാര്യം മനസ്സിലായിട്ടോ അതോ മനസ്സിലായിട്ടോ? അല്ല, ഓള് പലതും വിടും, ഇവനും വിടും. അങ്ങനെ രണ്ടാളും ദൂരത്ത് വിടുകയാണല്ലോ ഈ കവിതാക്കളായി നടക്കുന്ന സമയത്ത്. കല്യാണം കഴിച്ചാൽ അങ്ങനെയല്ലല്ലോ. കല്യാണം കഴിച്ചാൽ മണവും കോണവും ഒക്കെ മനസ്സിലാവുമല്ലോ. മനസ്സിലായില്ല? പിന്നെ അധികം തോണ്ടാനൊന്നും പോകേണ്ടി വരില്ല. മനസ്സിലായില്ല? കല്യാണം കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ നിങ്ങൾ തോണ്ടാൻ പോയിട്ടുണ്ടാവും, അത് 2 മാസം. പിന്നെ മെല്ലെ 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 നിങ്ങൾ മെല്ലെ അടർന്ന് അങ്ങ് പുറത്തേക്ക് പോകും, അല്ലേ? അങ്ങനല്ലേ? പിന്നെ നിങ്ങൾക്ക് ഓൾ 5 തോണ്ടിയ തിരക്കില്ല ഉണ്ടാവും, ഇവളെ മതിയാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നൻ നഫ്സ ല അമ്മാറത്തുൻ ബിസൂ. എന്താണ്? മനുഷ്യൻ്റെ മനസ്സ് തിന്മക്ക് ഇങ്ങനെ കൽപ്പിച്ചു കൊണ്ടേയിരിക്കും, ഒന്നുമല്ല അവസാനിക്കില്ല അത്. ഉണ്ടോ? ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പം ദുനിയാവിൽ നമുക്ക് 3 നട്ടം എന്തൊക്കെയാണ് ദുനിയാവിലെ അട്ടം? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? യദുഹുൽ ഹവാ, ബഹാവ് പോയി പോവും. ലാവണ്യം, ഗാംഭീര്യം, അതോടൊപ്പം വ്യക്തിത്വം, പേഴ്സണാലിറ്റി, ഇതൊക്കെ പോയി പോവും. പരിശോധിച്ച് നോക്കേണ്ടി. 2, അയാൾക്ക് ദാരിദ്ര്യം അള്ളാഹു അവകാശപ്പെടുത്തി കൊടുക്കും. 3, അദ്ദേഹത്തിൻ്റെ ആയുർദൈർഘ്യം അള്ളാഹു ചുരുക്കും. ഇനി വാമല്ലാത്തി ഫിൽ ആഖിറ, പരലോകത്തുള്ളതിനുള്ള ശിക്ഷ എന്താ? ഫയൂജിബു സഖ്ത, അള്ളാഹിൻ്റെ കോപം അയാളുടെ നിർബന്ധമാവും. അള്ളാഹ്ക്ക് കോപമുള്ള ആളാണ്. അള്ളാഹിൻ്റെ കോപം ഇപ്പം നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത് നിസ്കരിക്കുമ്പം? വൈരിൽ മൗലൂബി അലൈഹിം, കോപിച്ചോളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തലല്ലേ? പക്ഷെ അള്ളാഹ്ക്ക് കോപാണ്. സുഖ്തുള്ള ഉണ്ടാവും. പിന്നെ 2ാമത്തെ കാര്യം സൂൽ ഹിസാബ്, അതിക്രൂരമായ വിചാരണ പരലോകത്തുണ്ടാവും. 3ാമത്തെ കാര്യം വൽ ഖുലൂദ് ഫിന്നാർ, ശാശ്വത നരകം. പോരെ? അങ്ങനെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഇപ്പം ഇതിൻ്റെ ശിക്ഷ പരലോകത്ത് കിട്ടാൻ പോകുന്ന അവസ്ഥയാണ് ഈ വിഷയം. ഈ നേരത്തെ ഞാൻ പറഞ്ഞ അസാനിയത്തു വസാനി, വ്യഭിചരിച്ചവർ ആണിനെയും പെണ്ണിനെയും ഫജ്ലിദൂഹും, നിങ്ങൾ അവരെ അടിക്കണം, മേത്ത ജൽദ 100 അടി അടിക്കുമെന്ന് അറിയില്ലേ? ഈ ആയത്ത് അവതരിപ്പിച്ച സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ ഇസ്ലാം പറയുന്ന മുഴുവൻ ഇബാദത്തുകളും ഒരു ശിർക്ക് പോലും ചെയ്യാതെ എല്ലാ ഇബാദത്തും ചെയ്തുകൊണ്ട്, ഹജ്ജാട്ടെ, ഉംറാവട്ടെ, സക്കാത്താവട്ടെ, സദക്കാവട്ടെ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ജീവിച്ചോളാം. പക്ഷെ ഒരു ദിവസം എനിക്ക് ഒരു പെണ്ണുമായി വ്യഭിചരിക്കാൻ ഒരു അനുമതി തരണം എന്നൊരു യുവാവ് വന്നിട്ട് അള്ളാഹിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. എന്താ പറഞ്ഞു അറിയോ? യാ റസൂലല്ലാഹ് ഈദൻ ലീ ബിസ്സിനാന, ഈദൻ ലീ, എനിക്ക് അനുവദിച്ചു തരണം ബിസ്സിന, വ്യഭിചരിക്കാനുള്ളൊരവസരം. സഹാബത്തിന് ദേഷ്യം പിടിച്ചു. എന്ത് വർത്താനാണോ ഈ റസൂലിനോട് എന്ന് പറയുന്നത്? അള്ളാഹിൻ്റെ റസൂലാണ് എനിക്ക് വ്യഭിചരിക്കാൻ പെണ്ണുങ്ങളുണ്ടായി തരണ്ടേ എന്നുള്ള അയാൾക്ക് സഹാബത്ത് ഇടപെട്ടപ്പോൾ നബി പറഞ്ഞു, അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ അയാൾക്ക് പറയട്ടെ, അയാൾക്ക് പറയാൻ അവകാശമുണ്ട്, കേൾക്കാൻ എനിക്കും അവകാശമുണ്ട്, നിങ്ങൾ മിണ്ടരുത് പറഞ്ഞു. സഹാബത്തിനെ നിർത്തിച്ചു, വർത്താനുണ്ടാക്കിയേ. ഉടനെ തന്നെ അദ്ദേഹം ഈ ആവശ്യങ്ങൾ നബിയുടെ മുമ്പിൽ വെച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് മൂപ്പരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇത് നിങ്ങൾക്ക് അനുവദിക്കാം, നിങ്ങളുടെ ആഗ്രഹമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ സൈക്കോളജിക്കലായിട്ടുള്ള ഇടപെടല. എന്നിട്ട് നബി ചോദിച്ചു, പിന്നെ ആ തുഹിബ്ബുലി ഉമ്മുക്കി, ഇതുപോലുള്ള വ്യഭിചരിക്കാൻ പൂതിയുള്ള വേറൊരാളിൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ ഉമ്മനും അയാൾക്ക് വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ ഇജ്ജ് വിട്ടുകൊടുക്കുമോ എൻ്റെ ഉമ്മാനെ എന്ന് ചോദിച്ചു. വല്ലാഹി ലാ ജഅലല്ലാഹു ഫിദാക്ക്, അള്ളാനെ മുൻനിർത്തിയാണ് ഞാൻ പറയുന്നത്, അയാൾക്ക് ജീവൻ ഉണ്ടാവില്ല എൻ്റെ ഉമ്മനെ വ്യഭിചരിക്കാൻ ആഗ്രഹിച്ചാൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലന്നാസു യുഹിബ്ബൂനഹു ലി ഉമ്മാതിഹിം, എല്ലാ ജനങ്ങളും അവരുടെ ഉമ്മാനെ ആരെങ്കിലും ആ നിലക്ക് പീഡിപ്പിക്കുന്നത് ആരും ഇഷ്ടപ്പെടില്ല. അപ്പം ഉമ്മൻ്റെ കാര്യം കഴിഞ്ഞു. അഫതുഹിബ്ബുലി ഇബ്നതിക, നിൻ്റെ മകളെ വേറൊരാൾക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തയക്കോ? ഇഷ്ടപ്പെടുമോ? താല്പര്യമുണ്ടോ? അപ്പം അദ്ദേഹം അപ്പോഴും പറഞ്ഞു, വല്ലാഹി ലാ ജഅലല്ലാഹു ഫിദാക്ക്, എൻ്റെ മകളുടെ നേരെ, അവൻ്റെ തലച്ചോറിൽ എൻ്റെ മകളുടെ നേരെ ഒരു ചിന്ത വന്നാൽ ആ ശരീരം ഞാൻ ബാക്കി വെച്ചേക്കൂല പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലന്നാസു യുഹിബ്ബൂനഹും ലിബനാതിഹിം, ആളുകളൊക്കെ അവരുടെ മക്കൾ ഇഷ്ടപ്പെടുന്നവർ അന്നെപ്പോലെ തന്നെ.
അപ്പം എൻ്റെ ഓലെ മക്കളെയും പറ്റില്ല. അടുത്ത ചോദ്യം, അഫത്വഹിബൂനലി ഉഖ്തിക, നിന്റെ സഹോദരി അയക്കാൻ പറ്റുമോ? ഉമ്മനെ അയക്കാൻ പറ്റില്ല നീ പറഞ്ഞു, മോളയക്കാൻ നീ പറ്റൂല എന്ന് പറഞ്ഞു, എൻ്റെ സഹോദരി അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ നേരെ ആ നിലക്കുള്ള ചിന്ത ഒരുത്തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനും അവനുമായിട്ട് ഒന്നുകിൽ അവൻ ജീവിക്കും അല്ലെങ്കിൽ ഞാൻ ജീവിക്കും. അങ്ങനെയുള്ള നമ്മളൊക്കെ അല്ലേ, എല്ലാ പെൺകുട്ടികളെ വയ്യാലും ലൈനടിച്ച് നടക്കും. ഓൻ്റെ പെങ്ങളെ ലൈനടിച്ചാൽ കോലം മാറും, ഓൻ്റെ മോളെ ലൈനടിച്ചാൽ എന്തേ ദയമായി തന്നെ അല്ലത് അല്ലേ? ഒരു നേരെങ്കിലും ചിന്തിക്കലുണ്ടോ ഈ ഇത്തരം ദുർവൃത്തി ചെയ്യുന്നോല്, ഇത്തരം തോന്നിയാസിൽ നടക്കുന്നോല്? ഒരു നേരം പോലും. ചിലരൊക്കെ ചോദിക്കും, ചില തമ്മാടികൾ തന്നെ ചോദിക്കും, എടോ അനക്കും ഉമ്മയും പെങ്ങളൊന്നും ഇല്ലേ അല്ലേ, അനുഭവിക്കല്ലേ? അപ്പോൾ അവിടെ താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്ത്? അപ്പോൾ നബി പറഞ്ഞു, വലന്നാസു യുഹിബ്ബൂനഹും ലി അഖവാതിഹിം, അവരുടെ സഹോദരിമാരോട് എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടമുണ്ട്, ആരും വിട്ടുതരില്ല. പിന്നെ എളാമനെ ചോദിച്ചു, അമ്മായിനെ ചോദിച്ചു, എല്ലാവരുടെ കാര്യവും ചോദിച്ചതിന് ശേഷം മൂപ്പര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയില്ല നബിയെ. അപ്പം നീ ഇങ്ങനെ വ്യഭിചരിക്കുന്ന ഇങ്ങനെയുള്ള ഒരാളുടെ പെങ്ങളെയോ മോളെയോ ഒക്കെ ആണല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു അറിയോ? ഫവളഅ യദഹു അലൈഹി, അദ്ദേഹത്തിൻ്റെ തലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചു. എന്നിട്ട് നബി പ്രാർത്ഥിച്ചു, അല്ലാഹു മഗ്ഫിർ ദൻബഹു, പടച്ചോനെ ഇദ്ദേഹം ഇതുവരെ ചെയ്ത പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ. വതഹിർ ഖൽബഹു, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നീ ശുദ്ധീകരിച്ചു കൊടുക്കണേ. വഹസിൻ ഫർജഹു, അദ്ദേഹത്തിൻ്റെ ജനനേദ്യത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് നീ കൊടുക്കണേ പടച്ചോനെ. അതിനുശേഷം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയാണ്, ഫലം യകുൻ ബഅദ ദാലിക അൽ ഫതാ യൽതഫിതു ഇലാ ഷൈഇൻ, അതിനുശേഷം ആ പ്രാർത്ഥന നടന്നതിന് ശേഷം ഈ മനുഷ്യൻ ഒരു പെണ്ണിൻ്റെ നേരെയും നോട്ടം കൊണ്ട് പോലും ഒരു വ്യഭിചാരം നടത്തിയിട്ടില്ല. അങ്ങനെ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ശുദ്ധിയുടെ സ്വഭാവത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. മനസ്സിലായോ? ഇതുപോലെ തന്നെ ഇസ്ലാമിലെ ശിക്ഷ ഉണ്ടല്ലോ, ഇസ്ലാമിലെ ശിക്ഷ ഞാൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ ഇതിൻ്റെ ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇസ്ലാമിൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മേലിൽ ഞാനത് ചെയ്യൂല, ആവർത്തിക്കൂല, തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് തെറ്റ് ചെയ്താക്ക് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാൻ. അത് ഇപ്പോൾ നിങ്ങൾ കേൾക്കല്ലേ, ഗൾഫ് രാജ്യത്തൊക്കെ കൊലപാതകമൊക്കെ നടത്തി കഴിഞ്ഞാൽ കൊലപാതകം നടത്തിയവൻ്റെ തല വെട്ടാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. പിന്നെ ആർക്ക് കൊടുക്കുക? അവിടെ ഈ മരിച്ച ആളുടെ വീട്ടുകാർക്ക് എന്ത് ചെയ്യാം, വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ആ തലവെട്ടലിൽ നിന്ന് ഒഴിവാവില്ലേ? അറിയില്ലേ? ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് നിങ്ങൾക്കറിയില്ലേ തലവെട്ടൽ ഒഴിവാവില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, തആഫു അൽ ഹുദൂദ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക. എന്നാൽ അതെന്താ ചെയ്യേണ്ടത്? ഫീമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ വിട്ടുവീഴ്ച ചെയ്യണം. അത് നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. എന്നാൽ ഫമാ ബലഗനി മിൻ ഹദ്ദിൻ, നിയമപരമായി ആ വിഷയം എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഫഖദ് വജബ, ശിക്ഷ നിർബന്ധമാവും. നിങ്ങൾക്ക് തമ്മിൽ എന്ത് ചെയ്യാം? അയാൾക്ക് മാപ്പ് കൊടുത്ത് അദ്ദേഹത്തിന് നല്ല അടപ്പിനും അദ്ദേഹം തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ വെറുതെ വിടാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ ആളുകൾക്കുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ തെറ്റ് പറഞ്ഞുകൊണ്ട് കിടക്കൽ. അതും ഇസ്ലാമിന് വലിയ ശിക്ഷയുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മളെപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട, ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താറുണ്ട്. ആ പ്രാർത്ഥന ഒന്ന് കേട്ടോളൂ. ഇത്തരം ദുർവൃത്തികളിലേക്ക് നമ്മളെ മനസ്സ് പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അതെന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഫിഅലുൽ ഖൈറാത്ത്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഞാൻ അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു. വതർക്കുൽ മുൻകിറാത്ത്, അല്ലാഹുവേ നീ വെറുക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള തൗഫീഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹ് വെറുക്കുന്ന കാര്യം ഒഴിവാക്കാനും അല്ലാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും അല്ലാഹുവിനോട് ചോദിക്കുക. അതങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളും വ്യത്യാസങ്ങളും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. ഇവിടെ പൊതുവെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് യുവാക്കൾ ഈ അന്യമതസ്ഥരായ പെണ്ണുങ്ങളെയും പോയി ഇവിടെ അവനാൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് തന്നെ തെറ്റാന്ന് പഠിപ്പിക്കുമ്പോഴാണ് ചില ആൾക്കാർ പോയിട്ട് അന്യമതസ്ഥരെ പെൺകുട്ടികളെ, എന്നിട്ട് അതിന് നമ്മളെ മേത്തേക്കാ കുതിര കയറുന്നത്. ഇസ്ലാമിലൊരു ജിഹാദ് ഉണ്ട്, ലവ് ജിഹാദേ. ഭരണസാരഥ്യത്തിൽ നിൽക്കുന്ന ആളുകൾ പോലും ഇസ്ലാമിനെ വിലയിരുത്തുക.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു നിലക്ക് അതിനൊരു ജിഹാദായിട്ട് ഇസ്ലാം കാണുന്നുണ്ടോ? ആ തെറ്റ് ചെയ്യുന്നത് ഉലായിക്കഹുമുൽ ഫാസിഖൂൻ, തമ്മാടികളാണെന്നാണ് ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഇത്തരം ആളുകൾ ഇസ്ലാമികമായ ശിക്ഷ നടപ്പിൽ കുടുങ്ങിപ്പഴിഞ്ഞ ആളില്ലേ, പറഞ്ഞോലായാലും ശരി, പിന്നെ ആ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കപ്പെട്ടവരായാലും ശരി, ഓലെപ്പറ്റി തന്നെ ഖുർആൻ എന്താ പറഞ്ഞത്? ലാ തഖ്ബലു ലഹും ഷഹാദത്തൻ അബദ. ഇനി വേറൊരാളുടെ വിഷയത്തിൽ സാക്ഷിയായിട്ട് പോലും എടുക്കാൻ പാടില്ല. ആ ഇസ്ലാമിക ശിക്ഷ ലഭിച്ച ആളുകളെ ഇനി വേറെ സാക്ഷിക്ക് പോലും കൊള്ളൂലാണ്. അത്ര മോശമെന്നാണ് പറഞ്ഞത്. ഇത് കണ്ട ചില ആൾക്കാർ ചോദിക്കുന്നത് നമ്മോട്, മൗലവി ക്രിസ്ത്യാനികളെ കെട്ടാൻ പറ്റുമോ? ഇതൊക്കെ നമ്മളോടാ ചോദിക്കുക, എൻ്റെ ആപ്പനോട് ചോദിച്ചു നോക്കുക. നീ അത് ഇസ്ലാമിലെ ഫത്വ എന്താ? അഹ്ലി കിതാബ് വരാ. അഹ്ലി കിതാബ് കാരണം ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഇഞ്ചീലിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടോ? ഇവിടെ ഇപ്പോൾ ഉള്ളത് ബൈബിളല്ലേ? ഇവിടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് അന്ന് അറിയപ്പെട്ടിരുന്ന ആളുകളാരാ? ഇഞ്ചീലിൻ്റെ ആൾക്കാരാ. മനസ്സിലായി? അതാണ് ക്രിസ്ത്യാനികൾ. അല്ലാണ്ട് കണ്ട ഔസോപ്പനും ചാക്കാച്ചനും ഒക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവരാനുള്ള, ഗ്ലാഡീസും ഗ്ലിൻഡീസും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ളതല്ല. അതൊന്നും ഒരു തെറ്റില്ല എന്നാ പറയുക. അഹ്ലി കിതാബ് വരുന്നത് പറ്റുന്ന ഖുർആനിലുണ്ട്. എന്നിട്ട് ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബിലുള്ള ആയത്തോതുക. അതിൻ്റെ അർത്ഥം അതാ. അഹ്ലി കിതാബുകാരായ ആളുകളെ നമുക്ക് അത്തരമൊരു സാഹചര്യം, മുസ്ലിം സ്ത്രീകളുടെ പ്രയാസം ഉണ്ടാകുന്നു, ആ സമയത്ത് അഹ്ലി കിതാബിൻ്റെ ഇഞ്ചീലിൻ്റെ ആൾക്കാരെ വേണമെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് വിരോധമല്ലെന്നാ ആ വിഷയമുള്ളൂ. അവിടെ നിങ്ങൾ അത് മാത്രമല്ല, ലാ തഅ്സിമു ഉഖ്ദത്തൻ നിക്കാഹ്, വിവാഹം എന്ന് സ്വകാര്യമായി ഉടമ്പടി എടുക്കാൻ പാടില്ല. അത് തോന്നിയാ സാ ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാന്ന് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഉറപ്പെടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാ ആൾക്ക് ഇസ്ലാം വിലക്കിയ കാര്യങ്ങളാ. ഇപ്പം നമ്മളിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നമ്മളെ മോനോ മോളോ പ്രേമിച്ചൊന്നിനെ കൊടുന്നാൽ എന്താക്കാനാണ്? ആളെ കൊണ്ട് പറയിപ്പിക്കേണ്ട, അള്ളാൻ്റെ ഇപ്പോൾ ഏതായാലും കിട്ടിക്കഴിഞ്ഞല്ലോ അല്ലേ? നിങ്ങളിപ്പോൾ ഒരു ചെറിയ കുറ്റമായിട്ടാണ് അപ്പോൾ ഇത് കാണുന്നത്. ഓൻ ഇഷ്ടപ്പെട്ടു, നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. ഇങ്ങനത്തെ ലൊക്കട ഫാമിലി അതാ പറഞ്ഞത്. നമ്മളൊരു ലൊക്കട ഫാമിലിയാണ്. നമുക്ക് എന്തു കയറും നമ്മൾ ഈ പൊരലേക്ക്, ഏത് മുനിസിപ്പാലിറ്റിയും വന്നോട്ടെ. അപ്പം ഇത് രക്ഷിതാക്കളുടെ മനസ്സതാന്ന് അവർക്കറിയാം. എന്നിട്ടോ നമുക്കിപ്പോൾ ഓലെ കൊണ്ടുവന്ന് നമ്മൾ കെട്ടുന്നുണ്ട്, നമുക്ക് തോന്നുന്ന കുട്ടികളുണ്ടാവുന്നുണ്ട്, നമ്മൾ പോപ്പുലേഷൻ മുസ്ലിങ്ങൾ കൂടുന്നുണ്ട്. അതിന് നമ്മളൊറ്റ നിങ്ങൾ 36 വയസ്സായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തോളി. നമ്മൾ 26 തന്നെ തുടങ്ങി, 24, 25, ചക്ക 24-ൻ്റെ മുമ്പ് തന്നെ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ബാപ്പ കുറേ കാലം പിടിച്ച് നിൽക്കണ്ട, അടുത്തൊല്ലം നോക്കട്ടെ, കാണട്ടെ, പറ്റിയത് നമ്മൾ കുടുംബവുമായി പറ്റിയത്, അങ്ങനെ ഒരു കൊല്ലം 2 കൊല്ലം ഒറ്റിക്കൊണ്ടുപോകും. അതിലിടക്കാ ഓൻ ചിലത് ഇങ്ങോട്ട് ഉരുട്ടുക എവിടുന്നെങ്കിലും. അപ്പം എല്ലാവരുടെ ഉള്ളിലുണ്ട് ഇപ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പം എന്താ കാരണം? ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം നമ്മോട് ഇടപെട്ടുകൊണ്ട് സംസാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സംസാരിക്കുന്നത് പോലും അപകടകരമായ കാര്യമായിട്ടാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇത് തലക്കൗനഹു ബി അൽസിനത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ഏറ്റെടുത്ത് ഒരുപാട് തിന്മകൾ നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട് അല്ലേ? ഇത് ഇങ്ങനത്തെ കേസ് കിട്ടിയാൽ ഞങ്ങൾ പറഞ്ഞിറക്കൂലേ? ഇല്ലേ? പറഞ്ഞിറക്കൂ. അത് ഇഷ്ടമാണ്. അല്ല, വലിയ അന്വേഷണമാണ്. ഓൻ സുഖമില്ലാണ്ടെന്ന് അന്വേഷിക്കില്ല. നേരെ മറിച്ച് അല്ല, ഓൻ്റെ ആ കാര്യം എന്തായി? ഞാൻ ഒന്നുകൊണ്ട് കേട്ടതാണ്. അല്ല എനിക്കെന്താ അറിയോ? അപ്പോൾ നിങ്ങൾ ഒരു ചായ കുടിച്ചിട്ട് പറയാം, നല്ല ഇറച്ചി ഇറങ്ങുള്ളൂ. അല്ലേ? അങ്ങനെ ഏതേ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടുന്ന് രണ്ടാൾ കൂടി ഞാൻ ആയത്തിടപെടി നോക്ക്. ഇത് തലക്കൗനഹൂബി അൽസിനത്തിക്കും ബി അഫ്വാഹിക്കും മാലൈസലക്കും ബിഹി ഇൽമ്, വ്യക്തമായി കാര്യം പോലും അറിയാത്ത വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തഹ്സബൂനഹു ഹയ്യിനൻ, നിസ്സാരമായ ഒരു കുറ്റമാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ വിചാരിക്കുന്നത്. വഹുവ ഇൻദല്ലാഹി അലീം, അള്ളാൻ്റെ അടുത്തത് ഗുരുതരമായ പാപമാണ്. അപ്പം നാവ് എന്താക്കണം? ഒന്നുകൂടി വിചാരിച്ച രൂപത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ? വേണ്ടാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പം ആലോചിക്കുക, ഇതൊന്നും പറയാൻ പാടില്ല എന്നതും ഇത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയത് നിങ്ങൾക്കറിയാലോ അല്ലേ? മിഅ്റാജിന് പോയത് ഇപ്പോൾ അറിയാത്ത ആരും ഉണ്ടാവില്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലമ്മാ ഉരിജ ബി മറർത്തു ബി ഖൗമിൻ ലഹും,
ഞാൻ മിഅ്റാജിന് പോയപ്പോൾ ആകാശ ലോകത്ത് വെച്ച് അവിടെ കുറേ ആളുകൾ നരകത്തിൽ പ്രവേശിച്ചവരുണ്ട്. മറർത്തു ബി ഖൗമിൻ, ഞാനൊരു സമൂഹത്തിൻ്റെ അടുത്തൂടെ നടന്നുപോയി. ലഹും അൽഫാറും മിൻ നുഹാസ്, അവർക്ക് ചെമ്പിൻ്റെ നഖം അള്ളാഹു കൊടുത്തിരിക്കുന്നു. ചെമ്പുണ്ട്, വലിയ നഖം. നമ്മൾ ഈ ടൈഗറൊക്കെ അല്ലേ, നരിക്കൊക്കെ ഉണ്ടാകണമായിട്ടുള്ള നഖം അള്ളാഹു നരകത്തിലെത്തുമ്പോൾ ഇട്ട് കൊടുക്കും കൈക്ക്. ചെമ്പിൻ്റെ നഖം, അതാ റസൂലുള്ള കാണുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? വയഹ്മിഷൂന ഉജൂഹഹും വസുദൂറഹും, അവരുടെ മുഖം അവരിങ്ങനെ മാന്തി കീറുന്നുണ്ട്, നെഞ്ചും മാന്തി കീറുന്നുണ്ട്. ഇതാ റസൂലുള്ള കാണുന്ന രംഗം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ജിബ്രീലെ ആ ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹൗലായില്ലദീന യഅ്കുലൂന ലുഹൂമൻ നാസ്, ജീവിച്ചിരിക്കുന്ന കാലത്ത് ജനങ്ങളുടെ മാംസം തിന്നവരാണ്. എന്താ പറഞ്ഞേ? ജനങ്ങളുടെ മാംസേ വെറുതെ ഇപ്പം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ആരും കിട്ടിയില്ല, ഇന്ന് കിട്ടും. ഇന്നിപ്പോൾ മൂപ്പരെന്തൊക്കെ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് അല്ലേ, അങ്ങനൊന്നും പച്ചേ പറയാൻ പാടില്ല. ചിലവല്ല കുറച്ച് മഞ്ഞാക്കി പറഞ്ഞുകൂടെയാണ് അല്ലേ? അങ്ങനെയെങ്കിലും പറഞ്ഞു, അങ്ങനെ പറയാണ്ട് ഇപ്പം പറയണം. അതാണ് വ്യക്തിത്വം അല്ലേ? എനിക്ക് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ മാന്ത, നിങ്ങൾ മാന്തന് എനിക്കെന്താ? നിങ്ങളുടെ ഹൃദയവും നിങ്ങൾ മാന്തിപ്പൊളിക്കും. അത് കണ്ടുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഇവർ ഹൗലായില്ലദീന യഅ്കുലൂന ലഹൂമൻ നാസ് വയഖഊന അഅറാദഹും, ജനങ്ങളുടെ അഭിമാനം പിച്ചി ചീന്തിയവരും കൂടിയാണ് ഇവർ. ജനങ്ങളുടെ അഭിമാനം കണ്ടില്ല നിങ്ങൾ? നമ്മളെ പാർട്ടിയല്ല, എന്നാൽ നമ്മൾ മറ്റവനെ പരമാവധി താറടിച്ച് ഇതായി കളി അല്ലേ? നമ്മളെ പാർട്ടിയല്ല. നമ്മളെ പാർട്ടി പറഞ്ഞാൽ ഒന്നുകിൽ മുജാഹിദല്ല, വേറെ ഏതോ ആണ്. നമ്മൾ ഓൻ്റെ അഭിമാനത്തിൽ കയറി കൈയിടും. അമ്മ പാടില്ല. ഓനെന്തോ ആയിക്കോട്ടെ, ഓൻ്റെ അഭിമാനത്തിൽ നമ്മൾ കൈയിട്ട് കളിക്കരുത്. ഇപ്പം രാഷ്ട്രീയക്കാരൊക്കെ കണ്ടില്ലേ അതിൽ ചെയ്യുന്നത്? ഓലിപ്പെട്ട കുപ്പായൊക്കെ അവിടുന്ന് കീറും. വല്ലാത്ത അപകടമാണ് ഈ ആണും പെണ്ണും ചെയ്ത്. ചിലവർക്ക് ഒരു പണി ഉണ്ടാവില്ല. മക്കളയക്കണ പൈസയും തിന്ന് നടക്കുന്ന ചില വയസ്സന്മാരുണ്ട്. ഓല് പള്ളിക്കലാണ് പണിയെടുക്കുക, അവിടെ കുത്തുന്നിട്ട് രാവിലെ വരും, വന്ന് തുടങ്ങും. ഓനെ ഈ അറിയോ? ഞാനൊക്കെ അവിടെ വരുന്ന കാലത്ത് ഓൻ്റെ വാപ്പക്ക് എന്തേ പണി അറിയോ? ഓൻ്റെ വാപ്പ അവിടെ പുറത്താക്കിയതാണ് ദുബായിൽ നിന്ന്. അന്ന് ഞാൻ ഉണ്ടേനി പുറത്താക്കുമ്പം, അവിടെ ഉണ്ടേനി ഷെയ്ഖിൻ്റെ കൂടെ. പല ജാതി വിടലും വിട്ട് അങ്ങനെ കുത്തിരിക്കുക. അപ്പോൾ അറിയില്ലല്ലോ ഇത് പയം പൊരിച്ചത് പോലെ അങ്ങോട്ട് കൊണ്ടുപോകുമല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞത് പയം പൊരിച്ചത്. എന്താ പയം പൊരിച്ചത്? പൊയ്ഞ്ഞ മാതിരിയാണല്ലോ, മയ്യത്ത് പൊയ്ഞ്ഞ് കൊണ്ടുപോകുക. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വിവരറിയും. അപ്പോൾ നല്ല സൂക്ഷിച്ചോളണ്ടി. തോന്നിയാസത്തിൽ മുഴുകുമ്പോൾ ഇസ്ലാം ഇടപെട്ടൊരു കാര്യമാണ്, പ്രവാചകൻ പഠിപ്പിച്ചെന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ അറിയാത്ത കാര്യം ഉണ്ടല്ലോ സംസാരിക്കരുത് കേട്ടോ. അറിയാത്ത കാര്യം ചൊറിയരുത് കേട്ടോ. ഒരിക്കൽ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, മൻ നജാത്തു യാ റസൂലല്ലാഹ്, ഇഹലോകവും പരലോകവും വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കാല, നബി പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നാവിനെ നീ പിടിച്ചു നിർത്തുക. ഒരു വേണ്ടാത്ത കാര്യം എൻ്റെ നാവോട് പറയില്ലാന്ന് തീരുമാനിക്കുക. എനിക്ക് വിജയം ഉണ്ടാവും. വിജയം എനിക്ക് ഉറപ്പാ. എന്ത് പറയാം? ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമത്തി മാ തബയ്യന ഫീഹാ, ഒരു മനുഷ്യർക്ക് കാര്യം എന്താണെന്ന് അറിയാത്തൊരു കാര്യം, എന്താന്ന് പോലും അറിയാത്ത കാര്യം, അത് പൂപ്പും പണിയും വെച്ച് സംസാരിച്ചാൽ ഒരു പദം പറഞ്ഞാൽ മതി, യസില്ലു ബിഹാ ഫിന്നാർ, അവൻ നരകത്തിലേക്ക് വഴുതി വീഴും. അറിയാത്ത കാര്യം നമുക്കറിയില്ല. ഒരാൾ ചോദിച്ചാൽ നമ്മൾ ഏത് കാര്യം അറിഞ്ഞോലാന്ന് പറയാൻ നമുക്കിഷ്ടം അല്ലേ? അതൊക്കെ എനിക്കറിയാം, പിന്നെ ഞാനവിടെ ഉണ്ട് വെറുതെ കൊണ്ട് അടിച്ചു വിടുക. അറിയില്ല, ഇത് നരകത്തിലേക്ക് വഴുതി വീഴുന്ന മയ്യത്താണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അള്ളാൻ്റെ കലാമുകളും അള്ളാൻ്റെ ദീനും അല്ലേ? അതല്ലേ ഇപ്പം സംസാരിച്ച് നിങ്ങൾ കേട്ടതും അതല്ലേ? നബി പറയാ, ഇന്നൽ അബ്ദ ഇദാ തകല്ലമ മിൻ റിളവാനില്ല, അള്ളാഹ്ക്ക് തൃപ്തിയുള്ളൊരു കാര്യം ഞാനും നിൻ്റെ നാവുകൊണ്ടോ നിങ്ങളെ നാവുകൊണ്ടോ സംസാരിച്ചാൽ യർഫഉല്ലാഹു ബിഹി ദറജാത്ത്, മയ്യത്ത് അതിൻ്റെ പേരിൽ പരലോകത്ത് ഒരുപാട് പദവികൾ നൽകി അള്ളാഹു ആദരിക്കും ആ മനുഷ്യനെ. എന്താ പറഞ്ഞേ? അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ പറയാ, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ നമ്മളെ നാവുകൊണ്ട് പറയാണ്ടിരിക്കുക.
ഈ രണ്ട് സ്വഭാവം നമ്മൾ ഉണ്ടാക്കണം. ഒയിന്നൽ അബദ ഇദാ തക്കല്ലമ സുഖ്തില്ല, അള്ളാഹ്ക്ക് കോപമുള്ളൊരു കാര്യം നിങ്ങൾ സംസാരിച്ചാൽ യഹ്വി ബിഹൻ ജഹന്നം, നരകത്തിലേക്ക് എന്തായാലും പോകും, തള്ളിയിടുന്ന പറഞ്ഞു. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമുക്ക് എന്തൊക്കെ വേണം? തെറ്റുകൾ ചെയ്യുമ്പോൾ തസ്ദീഖുൽ കലാം, ഒരാൾ പറഞ്ഞൊരു കാര്യം അപ്പടിയുണ്ട് വിശ്വസിക്കരുത്, അതുണ്ടാവരുത്. അതുപോലെ നമുക്ക് എന്തുണ്ടാവരുത്? നമ്മൾ തസ്ദീഖ് ചെയ്യരുത്. എന്തിനെ? ഈ ദിഹിനെ നമ്മൾ കേട്ടു, അവിടെ ആ പടിയെ കഴിഞ്ഞു, നമ്മളെ മനസ്സിലേക്ക് കൊടുത്തിട്ട് അത് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും ചിന്തിക്കരുത്. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരാളെപ്പറ്റി ഒരു മോശമായൊരു കാര്യം ഒരു മുസ്ലിമായൊരു മുഹമ്മനായ മനുഷ്യൻ കേട്ടാൽ എന്ത് ചെയ്യണം എന്നാ ഖുർആൻ പറഞ്ഞറിയോ? വലൗല ഇത് സമീഅ്തുമൂഹു ഖുൽതും, ഇത്തരം ദുർവൃത്തികളും പോരായ്മകളും വൈകല്യങ്ങളും കദ്ഫുൽ മുഹ്സനാത്തും സദ്വൃത്തകളെ പറ്റിയുള്ള പെണ്ണുങ്ങളെ പറ്റിയുള്ള അപവാദം പറച്ചിലൊക്കെ കേട്ടാൽ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? കുൽത്തും മാ യകൂൻ ലനാ അൻ നതകല്ലമ ബിഹാദ, ഇതൊന്നും സംസാരിക്കാൻ നമുക്ക് പറ്റുകയില്ല. സുബ്ഹാനക്, പടച്ചവനെ നീ പരിശുദ്ധനാണ്. ഹാദാ ബുഹ്താനുൻ അലീം, ഇത് ഗുരുതരമായ പാപമാണ് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരാൾ ഇത്തരം ഒരു തെറ്റ് നമ്മളടുത്ത് വന്ന് പറഞ്ഞാൽ നമ്മളത് അന്വേഷിക്കുന്നേ പകരം ഹാദാ ബുഹ്താനുൻ അലീം, അത് വളരെ ഗുരുതരമായ പാപ, അത് കേൾക്കാൻ വിട്ടില്ലേ? പിന്നെ എനിക്ക് പറയാൻ താല്പര്യം ഉണ്ടാവോ? നമുക്ക് താല്പര്യം എന്താ? ഏറ്റവും ഇപ്പം അടുത്ത കാലത്ത് ന്യൂസൊന്നും പെണ്ണുങ്ങൾ ഇപ്പോൾ കാണൂല. ആ ദിലീപിൻ്റെ കേസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കും, ഇതിൽ ഓനെന്തായി, അപ്പുണ്യം എന്തായി? ഈ ദിലീപും അപ്പുണ്യൊക്കെ അതിലേക്ക് പോണ്ടിയില്ല. ഓല് നമ്മളെ നശിപ്പിച്ച് നല്ല പന്നിക്കുട്ടി പോലെ വീർത്തതാ. എന്നിട്ട് അതിന് ഓല് പേര് വെച്ചതാണെന്ത്? ഇതൊരു സാംസ്കാരിക പരിപാടിയാണ് സിനിമ, മനുഷ്യനെ നന്നാക്കാനുള്ളത്. ഓലിപ്പോൾ പറയുന്നുണ്ടോ? ആദ്യം പറഞ്ഞത് അങ്ങനെ, ഇപ്പം പറഞ്ഞെന്താ അറിയോ? സിനിമ ഇൻഡസ്ട്രി എന്നാണ്, ഒരു ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ, ഒരു വ്യവസായ മേഖല. എന്താണ് ഓരോ വ്യവസായം? ഓല് അവിടെ വിൽക്കുന്നത് എന്താ? തോന്നിയാസം. 5 കിലോ ഓരോരുത്തർക്ക്. ഒരു സിനിമ ഇറങ്ങി 5 കിലോ എന്തായാലും കിട്ടും. ചെക്കന്മാർക്ക് ടൗസർ ഇടുന്ന കോലം, ചെക്കന്മാർ മുടി വളർത്തേണ്ട കോലം, പെൺകുട്ടികളുടെ ചുരിദാറിൻ്റെ കീറൽ എവിടം വരെ. അതുപോലെ തന്നെ അവർ മുടി എങ്ങനെ വെട്ടണം, പെൺകുട്ടികളെ എങ്ങനെ വെട്ടണം? ഇങ്ങോട്ട് തിരിയുമ്പം ഭാഗത്തുള്ള മുടി കണ്ണ് കുത്തണം, ഇങ്ങോട്ട് തിരിയുമ്പോൾ ഭാഗത്തുള്ള മുടി ഇവിടെ കുത്തണം. എന്നാലേ ഇങ്ങനെ ആക്കിയിട്ട് മറിയുള്ള ആടിൻ്റെ അരി കളിക്കുന്നുണ്ടല്ലേ, ഈ മറിയുള്ള ആട് കണ്ടില്ലേ? അതേമാതിരി അപ്പോഴത്തെ പെൺകുട്ടികൾ വെറുതെ ഒരു ചുരിദാർ വാങ്ങിയാൽ അതിൻ്റെ മുകളിൽ ഒരു സാലുണ്ടല്ലോ, അത് മേത്ത് നിൽക്കുന്നുണ്ട്, വാങ്ങൂല, ഇങ്ങനെ ആക്കി. മൂരിയാട്ടിൽ കൂടെ റാലിൻ്റെ വലിച്ചോണായിരിക്കും പോക്ക്. പാതാറമ്പ കൂടെ മുമ്പ് അരിയും വണ്ടി വലിച്ചോണ ആൾക്കാരുണ്ടായിരുന്നു. ലാവിൻ്റെ അല്ല, ഓൽക്ക് ബാക്ക് കാണൂല. അത്ര അപകടകാരികളാണ്. ഓലെ വിചാരം ഓല എന്തോ എന്നാ, അവരുടെ ശരീരത്തിൻ്റെ മുകളിൽ എന്താ ഉള്ളതെന്നും കൂടി അറിയില്ല, വയറ്റിൽ എന്താ ഉള്ളതെന്ന് അതും അറിയില്ല. എന്തെങ്കിലുമൊക്കെ ചിന്തിക്കണ്ടേ? ഇത് കുറേ അപ്പിയും കുറേ യൂറിനും കഫും പിത്തും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പ്രേമിക്കുന്നവർക്കറിയില്ല. പ്രേമം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓള് മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് തോണ്ടിയിട്ട് ഉരുട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് അതൊക്കെ ഉണ്ടല്ലേ ഇവക്ക്. അത് ശരി, ഞാൻ പച്ചലായിട്ട് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ അങ്ങനെ ഓരോ പോരായ്മകൾ മൂപ്പർക്ക് കണ്ട് മൂപ്പർക്ക് മനസ്സിലായി ഇതൊരു മടുത്ത കേസാണ്. പിന്നെ പ്രേമൊക്കെ പോയി അല്ലേ? അപ്പോൾ എന്താണെന്നറിയാണ്ട് മനസ്സിന് എന്താ സാധനം എന്ന് മനസ്സിലാക്കാണ്ട് ചെയ്യുന്ന പരിപാടി. അതുകൊണ്ട് സൂക്ഷിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. നമ്മൾ ഒരു കാരണവശാലും പിന്നെ ചീത്ത കാര്യങ്ങൾ പറയാൻ നേതൃത്വം കൊടുക്കരുത് കേട്ടോ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞെന്തറിയോ? ഒരു തിന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ മുഖ്യ ആളായി പ്രവർത്തിക്കുന്നവർ വല്ലദീ തവല്ല കിബ്റഹു, മുഖ്യമായ ഭാഗം ഏറ്റെടുത്തവർ. അതായത് ഒരു തിന്മ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ മുഖ്യമായ ഭാഗം ഏറ്റെടുത്ത ചില ആണുണ്ടാവും, ചില പെണ്ണുങ്ങളുണ്ടാവും. അവർ അതിൻ്റെ മുകളിൽ ഉറച്ചു നിൽക്കും. അവരെ സംബന്ധിച്ചുള്ള പറയാൻ ലഹു അദാബുൻ അലീം, ഭയങ്കരമായ ശിക്ഷ. ഒരു തെറ്റ് ചെയ്തതിനേക്കാളും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി മുഖ്യമായി നിന്ന ആളുകൾക്ക് കിട്ടുന്ന. ഇസ്ലാം തെറ്റിൻ്റെ ഇടപെടൽ കണ്ടങ്ങൾ നാവുകൊണ്ട് തൊള്ള തുറക്കാൻ നമ്മളെ കൊണ്ട് സമ്മതിക്കൂല കേട്ടോ. മുസ്ലിങ്ങൾ അത്രമാത്രം മനോഹരമായി ജീവിക്കണം. പിന്നെ മുസ്ലിങ്ങൾക്കിടയിൽ എപ്പോഴും ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ആളുകളല്ലേ, നിങ്ങളിതിൻ്റെ പിന്നാലെ നടക്കുന്ന ആളുകളല്ലേ, നിങ്ങളിതിൻ്റെ പ്രവർത്തകന്മാരല്ലേ, അള്ളാൻ്റെ കലാം നെഞ്ചിലേറ്റിയവരല്ലേ. നിങ്ങളെ ഭാഗത്തുനിന്ന് നിങ്ങളെ കുട്ടികളെടുത്തുനിന്നോ നിങ്ങളെ ആരുടെ നിങ്ങളുടെ കുടുംബത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളെടുത്തുനിന്നോ ഒരു ചെറിയ തെറ്റ് പോലും വന്നാൽ എന്തുണ്ടാവും? ആളുകളുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കും?
അതൊന്ന് പ്രചരിപ്പിക്കണം അല്ലേ? എല്ലാ പള്ളീൻ്റെ ആളെ ഇപ്പോഴും പള്ളിയിലുണ്ടായില്ലേ? ഇപ്പം എന്താ രീതി കണ്ടില്ലേ? നോക്കിങ്ങൾ അവൻ്റെ മോളെ കണ്ടില്ലേ? ഇപ്പോൾ വലിയ ഖുർആൻ്റെ ആളെ ഇപ്പം മോള് പോയില്ലേ? അത് പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഓലിയും അള്ള വിട്ടിട്ടില്ല. കേട്ടോളി നിങ്ങൾ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു, വിശ്വാസികൾക്കിടയിൽ തിന്മയുണ്ടെന്നും ആ തിന്മ പ്രചരിപ്പിക്കേണ്ടതാണെന്നും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു പറയുന്നു അവർക്ക് എന്തുണ്ടാവും? അവർക്ക് ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമായി കിട്ടും. അങ്ങനെ ഇപ്പം നിങ്ങൾക്കൊരു തെറ്റ് വന്ന്, നിങ്ങളെ കുടുംബത്തിലുള്ള ഒരാൾക്ക് തെറ്റ് വന്നു, വലിയ മുജാഹിദേ എന്താ ഇനി വർത്താനം നമ്മളൊക്കെ നന്നാക്കാൻ നടക്കല്ലേ ഇനിയോ അല്ലേ എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ തുടങ്ങും ചെണ്ട മുട്ടിയിട്ട് പരിപാടി അല്ലേ? അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ഒരു ബെട്ടിൽ വീകലില്ലേ? മക്കളെ കൊണ്ടോ കുടുംബത്തിലുള്ള നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇവരാണെങ്കിൽ അലാക്കിൻ്റെ പ്രചരിപ്പിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഓർക്ക് 2 റക്അത്ത് പറഞ്ഞു വന്നിട്ട് ഇരുന്നാലുണ്ടല്ലോ, 1000 ഉറുപ്പ്യ കൂലി കിട്ടിയ നോക്കുകൂലി, അത്ര സന്തോഷമാണ്. അങ്ങനെ കയറി കുത്തിരിക്കുക. എന്നിട്ട് പിന്നെയും 2 ആളെ കിട്ടിയാൽ ഓനും കൂട്ടി കൊണ്ടുപോകും, ഓനക്ക് ഇത് കൊടുക്കും അല്ലേ? നിങ്ങൾക്ക് അങ്ങനല്ലേ? നമുക്ക് സന്തോഷം, നമുക്ക് ഹെൽത്ത് ഇട്ടുണ്ട്, അതിൽ ഉണ്ട് അല്ലേ? ആരെയും പറ്റി ഇങ്ങനെ പറയുമ്പോൾ അള്ള പറഞ്ഞിട്ടുകൾ അവർക്ക് ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ട്. ചില ആളുകളുടെ മക്കളെ പറ്റി വല്ലാണ്ട കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട്. ഓളെ കൂടെ നടക്കരുത് കേട്ടോ, നമ്മളെ മോളോട് നമ്മൾ പറയാം, ഓളെ കൂടെ നടക്കരുത് കേട്ടോ, ഓൾ ബെടക്ക. അങ്ങനെ ബെടക്കാന്ന് പറഞ്ഞ് അമ്മൾത് ബെടക്കായി പറഞ്ഞ് അമ്മൾത് ബെടക്കാവുമ്പോൾ നമ്മളെ ഭാര്യ പറയും, ഞാൻ ആരെ കൊണ്ടൊന്നും പറയണില്ലോ, കിട്ടി ദുനിയാവെന്ന് കിട്ടേണ്ടത് കിട്ടി, ഞാഹർത്തുള്ള വേറുണ്ട് കേട്ടാ. അങ്ങനെ അപകടകരമായ അവസ്ഥ മറ്റുള്ളവരെ പറ്റി നമ്മൾ പറയണ്ട. ഇത് ഞാനിങ്ങൾ പറഞ്ഞു തരുന്നത് ഇങ്ങനത്തെ ഒരവസ്ഥ പറയണ്ട വിചാരിച്ചിട്ട് പറയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇത് ഉണ്ടാവരുത്. കാരണം നമ്മൾ 24 മണിക്കൂറും ഇവിടെ ഇങ്ങനെ ക്ലാസ്സും വെച്ച് നടത്തിയിട്ട് നിങ്ങൾ നന്നാക്കാൻ കഴിയില്ല. ഒരാഴ്ച പറഞ്ഞു തരിക, എന്നിട്ട് നിങ്ങൾ പിന്നെയും ഇന്ന് തന്നെ പാണ്ട് പോകുമ്പോൾ തന്നെ തുടങ്ങുക പറഞ്ഞ പരിപാടികളൊക്കെ. പിന്നെ നിങ്ങൾ ക്ലാസ് വെച്ച് മനസ്സിലല്ലേ? അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമകരമായ പ്രവർത്തനം നമ്മൾ നടത്തണം. ഇഹത്തിലും പരത്തിലും ശിക്ഷ കിട്ടും മറ്റുള്ളവരെ സംബന്ധിച്ച് പ്രചരിപ്പിച്ച് നടന്നാൽ. എന്നിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അറിയുന്നത്, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹ്ക്ക് ഈ തരം ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ എല്ലാ കുറ്റങ്ങളും പോരായ്മകളും ന്യൂനതകളും അതുകൊണ്ടുണ്ടാകുന്ന അപകടവും അള്ളാഹ്ക്കറിയാം, നിങ്ങൾക്കതറിയില്ല. അല്ലാത്ത വാക്കാ പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്കതൊന്നും അറിയില്ല, അള്ളാഹ്ക്കറിയാം അങ്ങനെ ഉണ്ടാണ് അപകടം എന്താണ്, അതുകൊണ്ടാണ് വിലക്കിയെന്ന്. നിങ്ങൾക്ക് വിലക്കിയതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അള്ളാഹ്ക്ക് നല്ലോണം അറിയാം കേട്ടോ. പിന്നെ പടച്ച തമ്പുരാൻ നമ്മളൊക്കെ ഇപ്പോൾ മെല്ലെ ഇങ്ങനെ കഞ്ഞുടിച്ച് പോകുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇവിടെ ഇപ്പോൾ വലിയ അപകടകരമായ അവസ്ഥയിലാണ് മനുഷ്യന്മാർ പോയി. ഒരുപാട് അപകടങ്ങൾ, മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളും രക്ഷിതാക്കൾ ഒരുപാട് അനുഭവിക്കുന്നു, മക്കൾ ഒരുപാട് വേറെ അനുഭവിക്കുന്നു. എല്ലാ കുടുംബത്തും രോഗം കൊണ്ടും എല്ലാം കൊണ്ടും പടച്ച തമ്പുരാൻ്റെ ശിക്ഷ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഓരോരോ കുടുംബത്തിലും അത് പരിശോധിച്ചൊക്കെ കാണാം. ഒരു അറബി കവി പറഞ്ഞു, ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ, അള്ളാഹ്ക്ക് റുക്കൂ ചെയ്യുന്ന കുറച്ച് വയസ്സായ ആളുകൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഔസിബിയത്തും മീനൽ യതമാറുല്ലഉ, അല്ലെങ്കിൽ മുല കുടിക്കുന്ന പിഞ്ചു മക്കൾ ഈ ഭൂമിയിൽ ഇനിയും പ്രസവിക്കുന്നില്ലെങ്കിൽ, ഔ മുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഉ, മരുഭൂമിയിൽ മേഞ്ഞു നടന്ന് തിന്നുന്ന നാക്കാലികൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, മനുഷ്യന്മാർ മാത്രമാണ് ഉള്ളതെങ്കിൽ, സുബ്ബഅലൈക്കും അൽ അദാബുൽ ഔജൗ, അതിശക്തമായ മാരകമായ ശിക്ഷ ഞാൻ ജനങ്ങളുടെ മേലെ ഇറക്കും അല്ല പറഞ്ഞു. ഇവരൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് വയസ്സായ ആൾക്കാരുണ്ട്, ഐറ്റികൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് അങ്ങനെ പോണോലാണ്. കുറച്ച് ചെറിയ മക്കളുണ്ട്, ഐറ്റികൾ അമ്മിഞ്ഞ കുടിപ്പാൽ കുടിച്ച് ജീവിക്കണുള്ളൂ. കുറച്ച് മൃഗങ്ങളുണ്ട്, ഐറ്റിങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ മഴ തരുന്നതും ഇപ്പോൾ ഉള്ള എല്ലാ സൗഭാഗ്യങ്ങളും തന്നത്. നമ്മളെ ദുസ്വഭാവം കൊണ്ടാണെങ്കിൽ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നാവും ജനനേന്ദ്രിയവും സൂക്ഷിക്കുക, വേണ്ടാത്ത ചിന്തകൾ ഒഴിവാക്കുക, നല്ല ചിന്ത മനസ്സിൽ കൊണ്ടുവരിക. നല്ല ചിന്ത നിങ്ങൾക്ക് വന്നാൽ നല്ല വികാരങ്ങൾ വരാൻ തുടങ്ങും. മനുഷ്യൻ്റെ മനസ്സിൽ നല്ല വികാരം വരണം, എന്ത് വേണം? നല്ല ചിന്ത വരണം. നല്ല ചിന്ത വന്നാൽ നല്ല വികാരം വരും, നല്ല വികാരം വന്നാൽ നല്ല പ്രവർത്തനം വരും.
ചീത്ത പ്രവർത്തനങ്ങളൊക്കെ പോകും. അതിനെന്താ വേണ്ടത്? നല്ല ചിന്ത. അപ്പോൾ നല്ല ചിന്ത വന്നാൽ നമുക്കെന്തുണ്ടാവും? നല്ല വികാരങ്ങൾ. നല്ല വികാരങ്ങൾ വന്നാലോ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടോ? അങ്ങനെ ഒരുപാട് തെറ്റുകളൊക്കെ വന്നുണ്ടാവും. ഒരുപാട് തെറ്റുകൾ വിവരക്കുറവ് കൊണ്ടുവന്നുണ്ടാവും, അല്ലെങ്കിൽ വൈകാരികമായ ദൗർബല്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അല്ലേ? പടച്ച തമ്പുരാൻ ഭൂമിയിൽ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും അള്ളാഹു നമുക്കെല്ലാം മാപ്പ് നൽകിയ ശേഷം, അത്രയും കാലം മാപ്പ് നൽകിയ ശേഷം അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി പണിയെടുക്കാൻ അവസരം നൽകിയതിന് ശേഷം അള്ളാഹു എന്നെയും നിങ്ങളെയും ഭൂമിയിൽ നിന്ന് പോകുന്ന ഒരവസരം നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും, ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കൂടെ ജീവിക്കുന്ന ചെറിയ രോഗങ്ങളും വലിയ രോഗങ്ങളും വലിയ സങ്കടങ്ങളും ചെറിയ സങ്കടങ്ങളും ഒക്കെ പേറി ജീവിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിലേക്ക് ശാന്തിയും സമാധാനവും ചൊരിഞ്ഞ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ പ്രായം ഒരുപാട് അതിക്രമിച്ച ആളുകൾ ഭൂമിയിലുണ്ട്. അവരൊരുപാട് പ്രയാസങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് ഏറ്റവും ഉത്തമമായ മാർഗം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭ്യമാകുന്ന കുടുംബാംഗങ്ങളെയും മക്കളെയും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പോരായ്മകളും അർഹമുർ-റഹീമായ തമ്പുരാൻ പരലോകത്ത് ചെല്ലുമ്പോൾ അതെല്ലാം മായ്ക്കപ്പെട്ട നിലക്ക് അള്ളാഹുവിൻ്റെ തൃപ്തരായ ദാസന്മാരുടെ കൂടെ പരലോകത്ത് വലതുഭാഗത്ത് ഒത്തുകൂടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വൈകല്യങ്ങളോടുകൂടി ചെയ്ത ഇബാദത്തുകളുണ്ട് ഒരുപാട്. ആ വൈകല്യങ്ങളൊക്കെ അള്ളാഹു മാറ്റി നിർത്തിക്കൊണ്ട് അവയെല്ലാം സാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് അവൻ നമ്മെ അവൻ്റെ സ്വർഗത്തോപ്പിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നല്ല മനസ്സിൻ്റെ ഉടമസ്ഥന്മാരാകാനും നല്ല ചിന്തയിൽ ജീവിക്കുവാനും നല്ല പ്രവർത്തനങ്ങളിലൂടെ അവസാനത്തെ ശ്വാസമെടുക്കുമ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിന്തിക്കുന്നവരായി മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിന് വേണ്ടി അധ്വാനത്തിൽ ഒരുപാട് ജോലി ചെയ്യുന്ന പലതരം ജോലികളും കച്ചവടങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ നടത്തുന്നവരുണ്ട്. ആ കച്ചവടത്തിൽ അവർക്ക് ബർക്കത്ത് നൽകി അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിന് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ഹലാല് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ തിന്മകളിൽ നിന്നും നാവ് കൊണ്ടും കൈകൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും ജനേന്ദ്രിയം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ചെയ്തു പോയ തെറ്റുകൾ റഹ്മാനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ